السلام عليكم ورحمة الله تعالى وبركاته. مرحبا 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 يا طلاب كيف الحال. അപ്പോൾ എൻ്റെ എല്ലാ +2 കുട്ടികൾക്കും നമ്മളെ മൂന്നാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഓൺ എക്സാമിന് വേണ്ടിയിട്ട് 1-2 മൊഡ്യൂളുകൾ വളരെ മനോഹരമായിട്ട് പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് എക്സാം എഴുതി. ഇനി നമ്മളിലേക്ക് വരാനിരിക്കുന്നത് ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഇൻഷാ അല്ലാഹ് 3-ാമത്തെയും 4-ാമത്തെയും മൊഡ്യൂൾ മനോഹരമായിട്ട് തീർക്കേണ്ടതുണ്ട്. അപ്പോൾ സാർ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ 3-ാമത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്ററുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി മുതൽ +2 അറബി ക്ലാസ്, അറബി വിഷയം കൈകാര്യം ചെയ്യുന്നത് ഞാനായിരിക്കും. അപ്പം എന്ത് ചെയ്യുക, എല്ലാവരും അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, ക്ലാസ് കേൾക്കുക. എന്നിട്ട് ആ ക്ലാസ് കേട്ടതിന് അതിനുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ അറിയിക്കണം. ഓക്കെ, നോക്കൂ, നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് 3-ാമത്തെ യൂണിറ്റ് ആയിട്ട് 3-ാമത്തെ മൊഡ്യൂളായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഹലാവത്തുൽ അറബിയ എന്നുള്ളതാണ്. അതായത് അറബി ഭാഷയുടെ മാധുര്യത്തെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അറബി ഭാഷയുടെ പ്രത്യേകത, അതുപോലെ തന്നെ അറബി ഭാഷയ്ക്ക് എത്രത്തോളം സ്വാധീനമുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ അറബി ഭാഷയുടെ സ്വാധീനത്തെക്കുറിച്ചും അതിൻ്റെ മാധുര്യത്തെക്കുറിച്ചും അതിൻ്റെ പൈതൃകത്തെക്കുറിച്ചും തുടങ്ങിയ സവിശേഷതകൾ, അതിൻ്റെ സവിശേഷതകളെ കുറിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത് ഈ യൂണിറ്റിൽ ടോട്ടലി പറയാനുള്ളത്. അപ്പോൾ ഉറപ്പിച്ചു വെച്ചോളുക, അറബി ഭാഷയുടെ പ്രാധാന്യമാണ് നമ്മൾ ഈ 3 ചാപ്റ്ററിലൂടെ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. നോക്കൂ, നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് ലുഅത്തുൽ ലാദ് എന്നാണ്. അൽ ലുഅത്തുൽ ലാദ്, എന്താ ലുഅത്തുൽ ലാദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അറബി ഭാഷയാണ് എന്താക്കുന്നത്, ലുഅത്തുൽ ലാദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? എന്താണ് അറബി ഭാഷയ്ക്ക്, അറബിക്ക് ലുഅത്തുൽ ലാദ് എന്ന് പേര് പറയപ്പെടാനുള്ള കാരണം എന്നറിയോ മക്കളെ? എന്താണെന്നറിയോ? ലാദ് എന്നുള്ള അക്ഷരം അല്ലേ, നമ്മുടെ അറബിയിലെ ലാദ് എന്നുള്ള അക്ഷരം, ഈ അക്ഷരം എന്തേ ഉള്ളൂ, നമ്മൾ അറബിയിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കാണപ്പെടുന്നുള്ളൂ. കാരണം ഉച്ചാരണത്തിലായിക്കോട്ടെ ഏതൊരു കാര്യത്തിലും ലാദ് എന്നുള്ളൊരു ഉച്ചാരണം അത് അറബിയിൽ മാത്രം എന്താണ്, സ്പെസിഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ലുഅത്തുൽ ലാദ് എന്ന് എന്ത് ചെയ്യാൻ കാരണം, അറബിക്ക് പേര് പറയപ്പെടാൻ കാരണം. മനസ്സിലായോ? നോക്കൂ, ലുഅത്തുൽ ലാദിലേക്ക് നമ്മൾ കടന്നു വരികയാണ്, നമ്മൾ നമ്മുടെ ചാപ്റ്ററിലേക്ക് കടന്നു വരികയാണ്. നോക്കൂ, അപ്പൊ നമ്മൾ ചെറിയ തന്നെ എന്ത് ചെയ്യാണ്, ആ ചാപ്റ്ററിന്റെ ടോട്ടൽ ഒരു വിവരണം എന്ത് ചെയ്യാണ്, തുടങ്ങുകയാണ്. ഫിൽ ആലം ആലാഫു മിനൽ ലുഅത്ത് ഫിൽ ആലം, നമ്മുടെ ലോകത്തുണ്ട്. ആലം എന്ന് പറഞ്ഞ എന്താ, ഈ ലോകത്തുണ്ട് എന്ത്, ആലാഫു മിനൽ ലുആത്ത് അല്ലെ, ആയിരക്കണക്കിന് ഭാഷകൾ എന്തുന്നുണ്ട് ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഇവിടെ വരും അറബി, ഉറുദു, ഇംഗ്ലീഷ്, തമിഴ്, ഇത്ര മാത്രമാണോ? അല്ല, നമ്മളറിയാത്ത ഒരുപാട് ഭാഷകൾ അല്ലെ, അംഗീകരിക്കപ്പെട്ടതും അംഗീകരിക്കപ്പെടാത്തതുമായ ഇഷ്ടംപോലെ കണ്ടമാനാന്ന് പറയും, കണ്ടമാനം അല്ലെ, കണ്ടമാനം ഭാഷകൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ലോകത്ത് സംസാരിക്കുന്നുണ്ട്. നോക്കിയാട്ടെ, ഈ അലൽ അൻസുനി അല്ലെ, ഈ ഭാഷകളൊക്കെ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, അതായത് ഈ ഭാഷകളൊക്കെ ഇങ്ങനെ ഈ ലോകത്തിങ്ങനെ ജീവിച്ചു പോകാനുള്ള കാരണം എന്താ, അലൽ അൻസുനി അല്ലെ, മനുഷ്യന്മാരുടെ നാവിൽ നിന്നാണ്. അപ്പൊ മനുഷ്യന്മാർ സംസാരിക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ഭാഷകളും ഇവിടെ നിന്ന് പോകുന്നത്. അതുപോലെ തന്നെ വഫിൽ ജറാഇദ്, എന്താ മക്കളെ ജറാഇദ് എന്ന് പറഞ്ഞാൽ പത്രത്തിൽ. അപ്പൊ പത്രത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഭാഷകൾ എന്ത് ചെയ്യുന്നുണ്ട്, അച്ചടിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ വൽ മജല്ലാത്ത്, മജല്ലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ, മജല്ലാത്ത് എന്ന് പറഞ്ഞ മാഗസിനുകൾ. അപ്പൊ മാഗസിനുകൾ, അതുപോലെ തന്നെ പത്രങ്ങൾ, അതുപോലെ തന്നെ കനാവാത്ത് എന്ന് പറഞ്ഞാൽ ചാനലുകൾ. അപ്പൊ ചാനലിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഭാഷകൾ നിരന്തരം എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മവാക്കി എന്ന് പറഞ്ഞ വെബ്സൈറ്റുകൾ. അപ്പൊ വെബ്സൈറ്റുകളിലൂടെ, അതുപോലെ തന്നെ ചാനലുകളിലൂടെ, അതുപോലെ തന്നെ മാഗസിനിലൂടെ, അതുപോലെ തന്നെ പത്രങ്ങളിലൂടെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഭാഷകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട് അല്ലെ. ഇത്തരം ഭാഷകൾ ഇത്തരം മാഗസിനിലൂടെയും അതുപോലെ തന്നെ പത്രത്തിലൂടെയൊക്കെ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഭാഷാ സമ്പ്രദായം എന്ത് ചെയ്യുന്നത്, നിലനിന്ന് പോകുന്നത്. നോക്കൂ, ഹൽ തഫക്കർതും കൈഫ കാന ദുഹൂരി അദിഹിൽ ലുആത്ത്, നമ്മളോട് ചോദിക്കുകയാണ്, ഹൽ തഫക്കർതും, തഫക്കറ എന്ന് പറഞ്ഞാൽ എന്താ, ഹൽ തഫക്കർതും, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, എന്ത് ചിന്തിച്ചിട്ടുണ്ടോ, കൈഫ കാന ദുഹൂരി അദിഹിൽ ലുആത്ത്, ഈ ഭാഷകളുടെയൊക്കെ ഉറവിടം എങ്ങനെയാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്നാ ചോദിച്ചത്. അതുപോലെ തന്നെ നോക്കൂ, ഐന തവല്ലദത് എവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് ജന്മം കൊണ്ടത്. അപ്പൊ ഈ ഭാഷകളൊക്കെ എവിടെയാണ് ജന്മം കൊണ്ടത്, അതുപോലെ തന്നെ മത്ത എപ്പോഴാണ് ഈ ഭാഷകളുടെ ഉറവിടം ഉണ്ടാക്കിയതെന്ന്
എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? നമ്മളോട് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളാണ്. നോക്കൂ അടുത്ത് ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഈ അറബി ഭാഷ എന്ത് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ അറബി ഭാഷ എത്രമേൽ പുരോഗതി പ്രാപിച്ചത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കറിയോ? അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രമേൽ പ്രാധാന്യത്തോടു കൂടെ ഇപ്പോഴും ഈ അറബി ഭാഷ നിലനിൽക്കാനുള്ള കാരണം നിങ്ങൾക്കറിയോ? അപ്പോൾ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലക്ക് എന്താണ് ചെറിയ ചോദ്യങ്ങൾ നമ്മളിലേക്ക് ഇട്ട് തന്നതാ. ഇനി നോക്കൂ, ഇനി നമ്മൾ ലുഅത്തിനെ കുറിച്ച് പറയാൻ പോവുക. എന്താ ലുഅത്ത് എന്ന് പറഞ്ഞാൽ? ലുഅത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ മക്കളെ? ഭാഷ. എന്താണ്? ഭാഷ അല്ലെ? അപ്പൊ നമ്മൾ സംസാരിക്കുന്ന എല്ലാ ഭാഷകളും എന്താണ്? അതിന്റെ അറബിയാണ് എന്ത്? അല്ലുഅ. ലുഅത്ത് എന്ന് പറഞ്ഞാൽ നോക്കൂ, അല്ലുഅത്തു മീസാത്തു മിൻ മീസാത്തിൽ ഇൻസാൻ അല്ലെ? ജനങ്ങളുടെ എന്താണ് ഒരു സവിശേഷതയാണ് എന്ത് എന്നുള്ളത്? ഭാഷ എന്നുള്ളത്. മീസാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സവിശേഷത. അപ്പോൾ ജനങ്ങളുടെ അല്ലെ, ഇൻസാൻ എന്ന് പറഞ്ഞ ജനങ്ങൾ, അപ്പൊ ജനങ്ങളുടെ ഒരു സവിശേഷതയാണ് എന്ത് എന്നുള്ളത്? ലുഅത്ത് എന്നുള്ളത്, ഭാഷ എന്നുള്ളത്. വഹിയ അതെന്താണ്? മജ്മൂഅത്തുൻ അസ്വാത്ത് അല്ലെ? അതൊരു കൂട്ടമാണ്. എന്തിന്റെ കൂട്ടമാണ്? അസ്വാത്ത്. എന്താണ്? ശബ്ദങ്ങളുടെ ഒരു കൂട്ടമാണ് ഭാഷ അല്ലെ? ഒരുപാട് ശബ്ദങ്ങൾ കൂടിച്ചേരുന്നതാണ് എന്ത്? ഒരു ഭാഷ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഔ ഹിഷാറാത്ത്, അന്നെങ്കിൽ അത് ശബ്ദങ്ങളുടെ കൂടിച്ചേരലായിരിക്കും, അല്ലെങ്കിൽ ഔ ഹിഷാറാത്ത് ചില സൂചകങ്ങളുടെ കൂടിച്ചേരലായിരിക്കും. അതുമൂലമാണ് എന്ത് ചെയ്യുന്നത്? ഭാഷകൾ ഉണ്ടാകുന്നത്. യുഅബ്ബിറു ബിഹൽ ഇൻസാനു ജനങ്ങൾ എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് വിവരിക്കുന്നു. എന്തുകൊണ്ട്? ആ ഭാഷകൾ കൊണ്ട് എന്ത് ചെയ്യുന്നു? ജനങ്ങൾ വിവരിക്കുന്നു. എന്തിനെ? അൻഅഫ്കാരിഹി, അവരുടെ ചിന്തകൾ അല്ലെ? നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തകൾ നമ്മൾ വിവരിക്കുന്നത്, വിശദീകരിക്കുന്നത് എങ്ങനെയാ മക്കളെ? യെസ്, ഭാഷകൾ കൊണ്ടാണ്. അതുപോലെ തന്നെ അപ്പൊ അവരുടെ ചിന്തകൾ, അഫ്കാർ എന്ന് പറഞ്ഞാൽ അവരുടെ തോട്ടുകൾ, അവരുടെ ചിന്തകൾ എന്ത് ചെയ്യുന്നു? അവർ വിവരിക്കുന്നു, അവർ പുറത്തു പറയുന്നു. അതുപോലെ തന്നെ മശാഹിരി, അവരുടെ വികാരങ്ങൾ, മശാഇരിഹി എന്ന് പറഞ്ഞാൽ അവരുടെ വികാരങ്ങൾ അല്ലെ? അപ്പോൾ ഓരോരുത്തർക്കും പറയേണ്ട വികാരം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും വെളിവാക്കേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? അവർ ഭാഷ പ്രയോഗിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ തജാരിബിഹി, അവരുടെ അനുഭവങ്ങൾ അല്ലെ? തജാരിബിഹി, അവരുടെ അനുഭവങ്ങൾ, അവരുടെ വികാരങ്ങൾ, അവരുടെ ചിന്തകളൊക്കെ എന്ത് ചെയ്യുന്നു? ജനങ്ങൾ വെളിവാക്കുന്നത് എന്തിലൂടെയാണ്? ഇത്തരം ഭാഷയിലൂടെയാണ്. വഹി ആദാത്തുൻ തവസ്സുലി വതആമുലി വതഫാഉമി ബൈനൽ നാസി അല്ലെ? ജനങ്ങൾക്കിടയിൽ പരസ്പരം മനസ്സിലാക്കാനും, തഫാഉം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, അതുപോലെ തന്നെ തആമുൽ എന്ന് പറഞ്ഞാൽ എന്താ? പരസ്പരം ഇടപഴകാൻ. അപ്പൊ ജനങ്ങൾക്കിടയിൽ പരസ്പരം ഇടപഴകാനും അതുപോലെ തന്നെ മനസ്സിലാക്കാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ആദാത്താണ്. ആദാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഉപയോഗമാണ്, ഒരു മാർഗമാണ് എന്ത് എന്നുള്ളത്? ഭാഷ എന്നുള്ളത്. ആരുടെ ഇടയിൽ? ജനങ്ങൾക്കിടയിൽ. വഹിയ ഖസാനത്തുൽ ഇൽമി അല്ലെ? വഹിയ ഖസാനത്തുൽ ഇൽമി, അതെന്താണ്? ഖജനാവാണ്. എന്തിന്റെ ഖജനാവാണ്? ഇൽമിന്റെ ഖജനാവാണ് എന്ത് എന്നുള്ളത്? ഭാഷ എന്നുള്ളത് അല്ലെ? അപ്പൊ ഭാഷ പഠിച്ചിരിക്കുക എന്നുള്ളത് എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ വഹലാറാത്ത്, അതെന്താണ്? അതെന്താണ്? നാഗരികതയുടെ എന്താണ്? ഖജനാവാണ്. അതുപോലെ തന്നെ വസഖാഫാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സംസ്കാരത്തിന്റെ. അപ്പോൾ സംസ്കാരത്തിന്റെയും സാംസ്കാരിക നാഗരിക മേഖലയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് ഭാഷയുടെ ഉത്തരവാദിത്വം എന്ത് ചെയ്യുന്നുണ്ട്? ഭാഷ നിറവേറ്റുന്നുണ്ട്. അതുപോലെ തന്നെ തുറാസിൽ ഇൻസാനി അല്ലെ? മാനുഷികമായിട്ടുള്ള പൈതൃകങ്ങൾ നിലനിർത്തുന്നതിലും ഭാഷയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പ്രത്യേക റോളുണ്ട്. അപ്പം ഭാഷ ചില്ലറക്കാരനല്ല. ഓരോ ഭാഷയ്ക്കും എന്തുണ്ട്? അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നോക്കൂ, ഹസാസിയൻ, ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു ലോകത്ത് വളരെ അടിസ്ഥാനപരമായിട്ട്, ഹസാസിയൻ എന്ന് പറഞ്ഞാൽ എന്താ? അടിസ്ഥാനപരമായിട്ട്, അപ്പോൾ വളരെ അടിസ്ഥാനപരമായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്? ഭാഷ എന്നുള്ളത്, ലുഅത്ത് എന്നുള്ളത്. ഓരോ ഭാഷയും, ലുഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഭാഷ. അപ്പൊ അത് ഏത് ഭാഷ ആയിക്കോട്ടെ, ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായിട്ടുള്ള എന്തുണ്ട്? പ്രാധാന്യം ഈ ഒരു അടിസ്ഥാന കാലത്തുണ്ട് എന്നുള്ളതാണ്. ഇത് അന്നഹ അക്വാ റവാബീത മുജിത്തമി അല്ലെ? എന്നിട്ട് പറയാണെന്ത്? ഇതെന്ത് ചെയ്യുന്നു? കണക്ഷൻ അല്ലേ? ഇതെന്ത് ചെയ്യുന്നു? കണക്ഷനെ സൃഷ്ടിക്കുന്നു. ബൈലൽ അഖ്ലാലി മുജ്തമി. അപ്പോൾ പരസ്പരം എല്ലാവരിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യണമെങ്കിൽ എന്താണ്? ഭാഷയുടെ ഉപയോഗം, ഭാഷയുടെ പ്രാധാന്യം എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പരസ്പരം കണക്ഷൻ വേണമെങ്കിലും, പരസ്പരം കണക്ഷനോടെ ജീവിക്കണമെങ്കിലും എന്ത് ചെയ്യണം? ഭാഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ടോട്ടലി ആ ഒരു പാരഗ്രാഫിൽ പറഞ്ഞത് എന്താണ്? ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? ഏത് ഭാഷ ആയിക്കോട്ടെ, ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ, എനി ലാംഗ്വേജ്, അറബി, ഇംഗ്ലീഷ്, ഉറുദു, തമിഴ്, നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ലാംഗ്വേജും എന്തുണ്ട്? അതിൻ്റെതായിട്ടുള്ള മഹത്വം അതിനുണ്ട്. നോക്കൂ മക്കളെ, ഇനി നമ്മൾ ലുഅത്തുൽ അറബിയെ കുറിച്ച് പറയാണ്. അറബി ഭാഷയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് ഭാഷയെ കുറിച്ചായിരുന്നു. ബട്ട് ദെൻ വി ആർ ഡിസ്കസ് അബൌട്ട് എന്താണ്? അറബി ഭാഷയെ കുറിച്ച് എന്ത് ചെയ്യാനാണ്? നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. നോക്കൂ, അൽ ലുഅത്തുൽ അറബിയ മിൻ അഹമ്മിൽ ലുആത്ത് ഫിൽ ആലമി വ അഖ്ദാമിഹ പറയാണ്. അറബി ഭാഷ എന്നുള്ളത് ലോകത്തിലെ
ഏറ്റവും പ്രധാനപ്പെട്ട അഹമ്മ് എന്ന് പറഞ്ഞാൽ എന്താ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലേ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ് എന്ത് എന്നുള്ളത് അറബി ഭാഷ എന്നുള്ളത്. നോക്കിയാട്ടെ വഹിയ ലുഅത്തുൽ റസ്മിയ അല്ലേ, വഹിയ ലുഅത്തുൽ റസ്മിയ അതെന്താണ് ഔദ്യോഗിക ഭാഷയാണ്. റസ്മിയ എന്ന് പറഞ്ഞാൽ ലുഅത്തുൽ റസ്മിയ എന്ന് പറഞ്ഞാൽ എന്താ ഔദ്യോഗിക ഭാഷ അല്ലേ, ഔദ്യോഗിക ഭാഷയാണ്. ലിസിത്തി വ ഇശ്രീന ദൗലത്തൻ അല്ലേ. അപ്പോൾ 26 രാജ്യങ്ങളുടെ അല്ലേ 26 രാഷ്ട്രങ്ങളുടെ ഔദ്യോഗിക ഭാഷയാണ് എന്ത് എന്നുള്ളത് അറബി എന്നുള്ളത്. വയുത്തറഫു ബിഹാലദ അഹ്മമിൽ മുത്തഹിദ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഭാഷയുമാണ് ഏത് അറബി ഭാഷ എന്നുള്ളത്. അപ്പോൾ നോക്കിയാട്ടെ അഹിയത്തുൽ ഉമമിൽ മുത്തഹിദ എന്ന് പറഞ്ഞാൽ എന്താ ഐക്യരാഷ്ട്രസഭ. അപ്പോൾ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഒരു ഭാഷയുമാണ് എന്ത് അറബി എന്നുള്ളത്. അതുപോലെ തന്നെ 26 രാഷ്ട്രങ്ങൾ ലിസിത്തി വൈശിരി എന്ന് പറഞ്ഞത്ര 26 ദൗലത്ത് എന്ന് പറഞ്ഞാൽ രാഷ്ട്രം. അപ്പോൾ 26 രാഷ്ട്രങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ഒരു ഭാഷയാണ് ഏത് മക്കളെ ലുഅത്തുൽ അറബിയ അറബി ഭാഷ എന്നുള്ളത്. മനസ്സിലായോ? നോക്കിയാട്ടെ ബാക്കി എന്താ പറയുന്നത് കമാ ഇഹ്തറഫ ബിആ മുഅല്ലമിൽ മുനല്ലമാതി ദുവല്ലത്തിൽ ലുഅത്തുൽ റസ്മിയ മിസ്ൽ ഇത്തിഹാദുൽ ഇഫ്രീഖി വ മുനല്ലത്തുൽ മുഅ്തമറിൽ ഇസ്ലാമി വൈരിയ പറയാണ് എന്ത് നിശ്ചയമായിട്ടും അറബി ഭാഷ എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട്. നോക്കിക്കോട്ടെ കമാ ഇഹ്തറഫ ബിആ അറബി ഭാഷ അംഗീകരിക്കൂ. ഇഹ്തറഫ എന്ന് പറഞ്ഞാൽ എന്താ അംഗീകരിച്ചു എന്നാണ്. കമാ ഇഹ്തറഫ ബിആ അറബി ഭാഷയെ അംഗീകരിച്ചു മുഅല്ലമൽ മുനല്ലമാത്തിൽ ദൗലിയ അല്ലേ ഒരുപാട് രാഷ്ട്രങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ അറബി ഭാഷയെ അംഗീകരിക്കുന്നുണ്ട്. ലുഅത്തുൽ റസ്മിയ എന്ത് ഭാഷയായിട്ടാണ് അംഗീകരിക്കുന്നത് ലുഅത്തുൽ റസ്മിയ ഔദ്യോഗിക ഭാഷയായിട്ട് ഒരുപാട് രാഷ്ട്രങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അറബി ഭാഷയെ അംഗീകരിക്കുന്നുണ്ട്. ഏതുപോലെ ഒരു ഉദാഹരണം പറയാണ് മിസ്ല ഇത്തിഹാദുൽ ഇഫ്രീഖി അല്ലേ ആഫ്രിക്ക അല്ലേ മിസ്ല ഇത്തിഹാദുൽ ഇഫ്രീഖി എന്ന് പറഞ്ഞാൽ എന്താ ആഫ്രിക്ക യൂണിയൻ അല്ലേ ഇത്തിഹാദുൽ ഇഫ്രീഖി എന്ന് പറഞ്ഞാൽ ആഫ്രിക്ക യൂണിയൻ എന്ത് ചെയ്യുന്നുണ്ട് അറബി ഭാഷയെ അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുഅല്ലമത്തുൽ മുഅ്തമറുൽ ഇസ്ലാമി മുഅല്ലമത്തുൽ മുഅ്തമറുൽ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ എന്താണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോൺഫറൻസ് അല്ലേ. അപ്പൊ മുഅല്ലമത്തുൽ മുഅ്തമറുൽ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ മുഅല്ലമത്തുൽ മുഅ്തമറുൽ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ഓഫ് എന്താണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാം കോൺഫറൻസ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ അറബി ഭാഷ അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആഫ്രിക്ക യൂണിയൻ എന്ത് ചെയ്യുന്നുണ്ട് ആഫ്രിക്ക യൂണിയൻ എന്ത് ചെയ്യുന്നുണ്ട് ഇത്തിഹാദുൽ ഇഫ്രീഖി ആഫ്രിക്ക യൂണിയൻ എന്ത് ചെയ്യുന്നുണ്ട് അറബി ഭാഷയെ അംഗീകരിക്കുന്നുണ്ട്. ഒരുപാട് രാഷ്ട്രങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അറബി ഭാഷയെ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ നോക്കൂ ലുഅത്തുൽ അറബിയ മിനൽ ലുആത്തിൽ സാമിയ പറയാണെന്ത് ലുഅത്തുൽ അറബിയ അറബി ഭാഷ എന്നുള്ളത് മിനൽ ലുആത്തിൽ സാമിയ അല്ലേ ഒരു സെമറ്റിക് ഭാഷയിൽപ്പെട്ടതാണ് ഏത് അറബി ഭാഷ എന്നുള്ളത്. നോക്കിയാട്ടെ എന്നിട്ട് പറയാണ് അല്ലത്തി ഷഹിദത്ത് തതവ്വുറൻ കബീറൻ എന്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരിലേക്കും എല്ലാ രാഷ്ട്രങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് അതിനൊരുപോലെ അംഗീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാണ് നോക്കൂ ബാക്കി എന്നിട്ടും പറയാണ് പിന്നെയും പറയാണെന്ത് വലിൽ ഖുർആനിൽ കരീം ദൗറു ബാലിഉൻ ഫി മുഹാലഫത്തിൽ ലുഅത്തുൽ അറബിയ എന്നിട്ട് പറയാണ് വലി ഖുർആനുൽ കരീം നിശ്ചയമായിട്ടും ഖുർആൻ അല്ലേ ഖുർആനുൽ കരീം നാമൊക്കെ നിത്യേന ഓതുന്ന ഖുർആൻ ഷരീഫ് എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ ദൗറും ബാലിയുൻ വ്യക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നിലവഹിക്കുന്നുണ്ട്. ദൗർ എന്ന് പറഞ്ഞാൽ എന്താ കൃത്യമായിട്ടുള്ളൊരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ട്. എന്തുടെ വിഷയത്തിൽ ഫി മുഹാഫലത്തിൽ ലുഅത്തുൽ അറബിയ അറബി ഭാഷയെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ആദ്യം നടത്തിയിട്ടുണ്ട് ഖുർആൻ നടത്തിയിട്ടുണ്ട് അലാ അസ്വാലാത്തിഹ അതിൻ്റെ എന്തിൽ ഹസിലുകളിൽ അല്ലേ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കൂട്ടിച്ചേർക്കലിൽ എന്ത് ചെയ്യുന്നുണ്ട് ഖുർആൻ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. നോക്കൂ ഫഖദ് വഹദ്ദത്ത് വഖദ് വഹദ്ദത്ത് ലഹജാതിഹ മുഖ്തലിഫ ഫീ ലുഅത്തിൽ ഫസീലത്തിൽ വാഹിദ എന്നിട്ട് പറയാണ് ഖുർആൻ എന്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഭാഷകളിൽ നിന്ന് അറബി ഭാഷ എന്ത് ചെയ്യുന്നുണ്ട് ഏകീകരിക്കുന്നുണ്ട്. നോക്കൂ വഖദ് വഹദ്ദത്ത് ലഹജാതി അതിൻ്റെ ഭാഷകളെ മുഖ്തലിഫ വ്യത്യസ്തമായിട്ടുള്ള ലാംഗ്വേജ് അല്ലേ ഓരോ നാട്ടിലും ഓരോ രാജ്യങ്ങളിലും എന്ത് ചെയ്യുന്നതാണ് വ്യത്യസ്ത ശൈലിയിലാണ് എന്ത് ചെയ്യുക അറബി ഉച്ചരിക്കുക. പക്ഷേ ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട് എല്ലാ ഭാഷയും എന്ത് ചെയ്യുന്നുണ്ട് അറബിയിലെ എല്ലാ ഭാഷയും എന്ത് ചെയ്യുന്നുണ്ട് ഒറ്റ ഏകോപനമാക്കുന്നുണ്ട് ഫീ ലുഅത്തിൻ ഫസീല വായുത ഒരൊറ്റ സംസ്കാരത്തിലേക്ക് അല്ലേ ഒരൊറ്റ സാഹിത്യത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ അറബി ഭാഷയെ കണക്ട് ചെയ്യിക്കുന്നുണ്ട് ഖുർആൻ. അതുപോലെ തന്നെ ഒരുപാട് മുഫ്രദുകൾ അല്ലേ അതായത് ഒരുപാട് വ്യത്യസ്തപരമായിട്ടുള്ള ഭാഷകൾ എന്ത് ചെയ്യുന്നുണ്ട് ഖുർആൻ കൃത്യമായിട്ട് കൂട്ടിയോജിക്കുന്നുണ്ട്. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇന്ന് ഈ ലോകത്ത്
അറബി ഭാഷ ജീവിച്ചിരിക്കാൻ കാരണം എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് സഹായങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഖുർആൻ സഹായിച്ചിട്ടുണ്ട്. ഖുർആനിൻ്റെ സഹായത്തോടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോഴും എന്ത് ചെയ്യുന്നു? അറബി ഭാഷ കൃത്യമായിട്ട് നിലനിന്ന് പോകുന്നു. കഴിഞ്ഞു പോയിട്ടുള്ള കാലഘട്ടത്തിൽ എങ്ങനെയാണോ അറബി ഭാഷയെ സംരക്ഷിച്ചത് അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കാലഘട്ടത്തിലും അറബി ഭാഷയെ സംരക്ഷിക്കുന്നുണ്ട്. ലിദാ നഖ്തദിറു അലാ ഖിറാഅത്തിൽ വസായിഖിൽ അറബിയ്യ മഖ്തൂബത്തൻ ഖബ്ലൽ ഖുറൂൻ. നിശ്ചയമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മുൻകഴിഞ്ഞ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ആളുകൾ അറബി ഭാഷ എന്ത് ചെയ്യുന്നുണ്ട്? അത്രമേൽ എന്ത് ചെയ്യുന്നുണ്ട്? സംരക്ഷിക്കുന്നുണ്ട്. ഫഹ്മിയ ജദീദൻ ഹത്താഹാൻ. ഈ കാലഘട്ടത്തിൽ അപ്പോൾ പണ്ട് കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ എങ്ങനെയാണോ അറബിയെ കണ്ടിരുന്നത്, എങ്ങനെയാണോ അറബിയുടെ സംസ്കാരം, അറബിയുടെ ഭാഷ എങ്ങനെയാണോ സംരക്ഷിച്ചിരുന്നത് അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കാലഘട്ടത്തിലും അറബിയുടെ ഭാഷയെ അറബി എന്ത് ചെയ്യുന്നുണ്ട്? ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ കാലത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല? അറബി ഭാഷയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നില്ല. അറബി ഭാഷയിൽ ഒരു ചേഞ്ചും എന്താക്കാൻ കഴിയുന്നില്ല, കൊണ്ടുവരാൻ കഴിയുന്നില്ല. കാരണം അറബി ഭാഷ എങ്ങനെയാണോ പണ്ടത്തെ തനതായ രൂപം എങ്ങനെയാണോ അതേ രൂപത്തിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഈ കാലഘട്ടത്തിലും അതിനെന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിച്ച് വരുന്നുണ്ട്. നോക്കൂ, ലോകത്തുള്ള മറ്റു ലുഅത്തുകൾ, മറ്റു ഭാഷകൾ ഇസ്തആറത്ത് എന്താ കടമെടുത്തിരിക്കുന്നു. കസീറ മിനൽ അൽഫാൽ, ധാരാളം വേർഡുകൾ കടമെടുത്തിരിക്കുന്നു. ഇസ്തിലാഹാത്ത്, ധാരാളം സാങ്കേതിക പദങ്ങൾ. ഇസ്തിലാഹാത്ത് എന്ന് പറഞ്ഞാൽ ഇസ്തിലാഹാത്ത് എന്ന് പറഞ്ഞാൽ സാങ്കേതിക പദങ്ങൾ. അതുപോലെ തന്നെ ഹൽഫാൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ലഫ്ലുകൾ. അപ്പോൾ ഒരുപാട് ലഫ്ലുകളും ഒരുപാട് സാങ്കേതിക പദങ്ങളും മറ്റു ഭാഷകൾ. അപ്പോൾ മറ്റു ഭാഷകൾ അറബി ഭാഷയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് സാങ്കേതിക പദങ്ങളും അതുപോലെ തന്നെ ഒരുപാട് അൽഫാലുകൾ എന്ത് ചെയ്യുന്നുണ്ട്? കടമെടുത്തിട്ടുണ്ട്. ഒരുപാട് ലഫ്ലുകളും മറ്റു ഭാഷയിലേക്ക് കടം കൊണ്ടുപോയിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും? ഉടനെ പറയും അല്ലേ? ഒരു ഉദാഹരണത്തിൽ വക്കീൽ എന്ന് പറഞ്ഞാൽ എന്താ? അത് അറബി ഭാഷയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ജഡ്ജിന് പറയുന്നത് പോലെ വക്കീൽ എന്ന് എന്ത് ചെയ്യും? നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ അതിൻ്റെ ഉറവിടം ഏതാണ്? അറബി ഭാഷയാണ്. അതുപോലെ തന്നെ തുടങ്ങിയ ഒരുപാട് വേർഡുകൾ എന്ത് ചെയ്യും? നമ്മൾ വൈകാതെ പഠിക്കും അല്ലേ? ഇനി നോക്കൂ, വമിനൽ തഹ്സീർ ലുഅത്തുൽ അറബിയ്യ അലാ ലുഅത്തുൽ ഉഖറ അന്ന ഹുനാക ഹിദ്ദത്തുൽ ലുഅത്ത് തുഖ്തുബു ബിൽ ഉറൂഫിൽ അറബിയ്യ അല്ലേ? നിശ്ചയമായിട്ട് വമിന തഹ്സീർ ലുഅത്തുൽ അറബിയ്യ അലാ ലുഅത്തുൽ ഉഖറ, മറ്റു ഭാഷകളിൽ. അപ്പോൾ അറബി ഭാഷ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മറ്റു ചില ഭാഷകളും എന്ത് ചെയ്യുന്നുണ്ട്? എഴുതപ്പെടുന്നുണ്ട്. തഖ്തുബു ബിൽ ഹുറൂഫിൽ അറബിയ്യ. അപ്പോൾ അറബി ഭാഷയെ കൊണ്ട് മറ്റൊരുപാട് ഭാഷകൾ എന്ത് ചെയ്യുന്നുണ്ട്? എഴുതപ്പെടുന്നുണ്ട്. നോക്കിയാട്ടെ, ഒരു ഉദാഹരണത്തിന് പറയാം, ഉറുദു ഭാഷയുടെ ശൈലി എങ്ങനെ, എഴുത്തിൻ്റെ രീതി എങ്ങനെ? അറബി എഴുതുന്ന പോലെ തന്നെയാണ് എന്ത് എഴുതുക? ഉറുദും എഴുതുക. അപ്പം സ്വാഭാവികമായിട്ടും ഉറുദു എന്നുള്ളത് എന്തിൽ നിന്ന് കടമെടുത്തതാണ്? അറബിയിൽ നിന്ന് എന്താണ്? കോപ്പി അടിച്ചിട്ട് ആ ഒരു രീതിയിലേക്ക് ഉറുദു എഴുത്ത് വരാൻ കാരണം അറബി എഴുത്തിൽ നിന്ന് കോപ്പി അടിച്ചിട്ടുള്ള ഒരു കോപ്പിയടി എന്താണ് വിദ്യയായിട്ടാണ് ഉറുദു ഭാഷ എന്താകുന്നത്? ആയി മാറുന്നത്. അപ്പോൾ അറബി ഭാഷയിൽ നിന്ന് ഒരുപാട് ലഫ്ലുകൾ, ഒരുപാട് അൽഫാലുകളും അതുപോലെ തന്നെ സാങ്കേതിക അർത്ഥങ്ങൾ എന്ത് ചെയ്യുന്നിട്ടുണ്ട്? കടമെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് എഴുത്തുകളും എന്ത് ചെയ്യുന്നുണ്ട്? അറബി ഭാഷയിൽ നിന്ന് ആളുകൾ കടമെടുത്തിട്ടുണ്ട്. അറബി ഭാഷയിൽ നിന്ന് കടമെടുത്തിട്ട് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്? ഉറുദു ഭാഷയെ പോലത്തെ മറ്റൊരുപാട് ഭാഷകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ലോകത്ത് നിന്ന് സഞ്ചരിക്കുന്നുണ്ട്. മനസ്സിലായോ മക്കളെ? ഇനി നോക്കിയാട്ടെ, വലക്കത് സജ്ജലത്തിൽ അറബിയ നുമുവൻ മൽമൂസൻ ഫി ശബഖത്തിൽ ആലമി യൂജദു ഫിൽ മുഅല്ലമിൽ ദുവലിൽ മുഖദ്ദിമത്തി കനാവാത്തി മവാഖിൽ അറബിയത്ത് റസ്മിയ. വഖദ് സല്ലജത്, എന്താ സല്ലജത്ത് എന്ന് പറഞ്ഞാൽ? വലക്കത് സല്ലജത്തിൽ അറബിയ നുമുവൻ മൽമൂസൻ ഫി ശബഖത്തിൽ ആലമിയ വയൂജദു ഫിൽ മുഅല്ലമി ദുവലിൽ മുതഖദ്ദിമിൽ ഖനാവാത്തുൽ മവാഖിൽ അറബിയ റസ്മിയ മിസ്ൽ ഖനാത്ത് അല്ലേ? അപ്പോൾ ഒരുപാട് ഭാഷകൾ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോൾ അറബി ഭാഷയെ മെച്ചപ്പെടുത്താൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ലേഖനങ്ങളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ നിരന്തരം എന്ത് ചെയ്യുന്നുണ്ട്? എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. നോക്കോട്ടെ, BBC അല്ലേ? PPC എന്ന് പറഞ്ഞാൽ എന്താ? BBC എന്ന് പറഞ്ഞാൽ എന്താ? ബ്രിട്ടൻ. അപ്പം ബ്രിട്ടൻ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു BBC എന്ത് ചെയ്യുന്നുണ്ട്? അറബി ഭാഷയിൽ ഇറക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിനിയ, അതായത് CCTV എന്ന് പറഞ്ഞിട്ട് എന്താണ്? സീനി, അതായത് ചൈനയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അറബി ഭാഷയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരു മാഗസിൻ ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ CNN എന്ന് പറഞ്ഞ അമേരിക്ക അല്ലേ? അമേരിക്കയിൽ എന്ത് ചെയ്യുന്നുണ്ട്? അറബി ഭാഷയെ സപ്പോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ലേഖനം ഇറക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു റുഊസുൽ യൗം എന്ന് പറയുന്ന ലേഖനവും എന്ത് ചെയ്യുന്നുണ്ട്? ഇറക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ലേഖനങ്ങളും ഒരുപാട് മാസികൾ എന്ത് ചെയ്യുന്നുണ്ട്? അറബി പത്രങ്ങളിലൂടെ, അറബി മാഗസിനിലൂടെ എന്ത് ചെയ്യുന്നു? ഇറങ്ങുന്നു. വായിരി അതല്ലാത്തതും. അപ്പം നമ്മൾ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഇവിടെ കൊടുത്തത്. നോക്കൂ, മിസ്ല
മിസ്ല കനാഅത്തുൽ BBC, അതുപോലെ തന്നെ സിനിയയിലെ CCTV, അതുപോലെ തന്നെ CNN ഇവിടെ അമേരിക്കയിലെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണ് അറബി ഭാഷയെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ ഉപയോഗിക്കുന്ന വാക്കിലാണ്, കാര്യങ്ങളാണെന്ന് എന്ത് ചെയ്യണം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ വഹിയ ഇഹ്ദാലുഅത്തുൽ അക്സറ തദാവുലൻ ഫിൽ മജാലി തിജാരത്തി വസിനാഅത്തി വസിയായത്തിൽ അഗ്ലൻ അല്ലേ. അപ്പോൾ അറബി ഭാഷ എന്നുള്ളതിൽ അതിൻ്റെ റോള്, അതിൻ്റെ പങ്കെന്താണ്, വളരെ വലുതാണ്. ഏതിൽ ഫി മജാലി തിജാരത്ത്, കച്ചവട ആവശ്യത്തിൽ. അപ്പോൾ വാണിജ്യ മേഖലയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അറബി ഭാഷ കൃത്യമായിട്ടുള്ള റോള് എന്ത് ചെയ്യുന്നുണ്ട്, പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിനാഅത്ത് എന്ന് പറഞ്ഞാൽ നിർമ്മാണപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അറബി കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ വസിയായത്തിൽ ഐലൻ, അപ്പോൾ അതുപോലെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അറബി കൃത്യമായിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ട്, ഇടപെടലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്. അത് നോക്കൂ, വതഹ്തഫിലു എന്ന് പറഞ്ഞാൽ എന്താ, ആഘോഷിക്കുന്നു. അഹമ്മത്തുൽ ഉമമിൽ മുത്തഹിദ, ലോക ഐക്യരാഷ്ട്ര സഭ. അപ്പോൾ നോക്കിയാട്ടെ, തഹ്തഫിലു ഐഹത്തുൽ ഉമമിൽ മുത്തഹിദ യൗമ 18 മിൻ ഡിസംബർ കയോമിൽ ആലമിൽ ലുഗത്തുൽ അറബിയ. വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് ഇതിൽ. അതായത് തഹ്തഫിലു എന്ന് പറഞ്ഞാൽ ആഘോഷിക്കുന്നു. ആരാഘോഷിക്കുന്നു? ഐഹത്തുൽ ഉമമിൽ മുത്തഹിദ, അതായത് ലോകരാഷ്ട്രസഭ അല്ലെ, ഐക്യരാഷ്ട്രസഭ ആഘോഷിക്കുന്നു. എന്തിനെ ആഘോഷിക്കുന്നു? യൗമ 18 മിൻ ഡിസംബർ. അപ്പോൾ ഡിസംബർ 18 ഐക്യരാഷ്ട്രസഭ ആഘോഷിക്കുന്നു. എന്തായിട്ട് ആഘോഷിക്കുന്നു? കയോമിൽ ആലമി ലുഅത്തുൽ അറബിയ. അപ്പോൾ ലോക അറബി ദിനമായിട്ട് എന്ത് ചെയ്യുന്നു, ഡിസംബർ 18 എന്ത് ചെയ്യുന്നു, ഐക്യരാഷ്ട്രസഭ എന്ത് ചെയ്യുന്നു, ആഘോഷിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ തുദറസു ലുഅത്തുൽ അറബിയ ഫി വിലായത്തിന ഫി മർഹത്തിൽ ഇബ്തിയായി അത്താ മുസ്തവ അൽ ജാമി. നമ്മുടെ അറബി ഭാഷയെ പഠിപ്പിക്കപ്പെടുന്നു. എവിടെ മുതൽ? മിൻ മർഹലത്തിൽ ഇബ്തിദാദിയ, വളരെ തുടക്കം ചെന്ന ക്ലാസ്സുകൾ മുതൽ. അപ്പോൾ ചെറിയ ക്ലാസ്സുകളിൽ മുതൽ എന്ത് ചെയ്യുന്നു, അറബി ഭാഷയെ പഠിപ്പിക്കാൻ തുടങ്ങുന്നു. അത്താ മുസ്തഫ അൽ ജാമി അല്ലേ. അപ്പോൾ ഉയർന്ന തലത്തിൽ വരെ, അപ്പോൾ ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് നിന്ന്, അപ്പോൾ പ്രാഥമിക പ്രൈമറി വിദ്യാഭ്യാസത്തിൽ നിന്ന് തുടങ്ങി ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് തരം എന്ത് ചെയ്യുന്നു, അറബി ഭാഷ എന്ത് ചെയ്യുന്നു, പഠിപ്പിക്കുന്നു. അല്ലേ. അപ്പോൾ എങ്ങനെയാണോ അറബി ഭാഷ നിലനിന്നിരുന്നത്, അതിൻ്റെ പൈതൃകം എങ്ങനെയാണോ നിലനിന്നിരുന്നത്, അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഇപ്പോഴും അറബി ഭാഷയുടെ പൈതൃകം എന്ത് ചെയ്യുന്നു, കീപ്പ് ചെയ്യുന്നു. നമ്മളൊരു പറയാണെന്ത്, അല്ലേ, ഒരുപാട് ജോലികളുടെ സാധ്യതകൾ എന്ത് ചെയ്യുന്നു, അറബി ഭാഷ നമുക്ക് തുറന്നു തരുന്നു. അതുപോലെ തന്നെ വൽ മെഹനിൽ മുഖ്തലിഫ അല്ലെ, വ്യത്യസ്തമായിട്ടുള്ള എന്ത് ചെയ്യുന്നു ജോലികളും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റികളും നമുക്ക് എന്ത് ചെയ്യുന്നു ഈ കാലഘട്ടത്തിൽ. ഫി മജാലി തർജിമത്തി, അതായത് ഫിൽ എന്ത് ചെയ്യുന്നു, വ്യത്യസ്തമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റികളും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള അവസരങ്ങളും എന്ത് ചെയ്യുന്നു, അറബി ഭാഷ നമുക്ക് തുറന്നു തരുന്നു. എന്തിലേക്കാണ് തുറന്നു തരുന്നത്? ഫി മജാലി തർജിമ, അതായത് തർജുമ അല്ലെ. അപ്പോൾ ട്രാൻസ്ലേഷൻ എന്ത് ചെയ്യുന്നു, നല്ലൊരു വ്യക്തമായിട്ടുള്ള ഒരു പങ്ക് നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു ജോലി സാധ്യത എന്ത് ചെയ്യുന്നു, നമുക്ക് തുറന്നു തരുന്നു. അതുപോലെ തന്നെ മൂസാലാത്ത് എന്താ, വാർത്താവിനിമയം. അപ്പോൾ വാർത്താവിനിമയത്തിലും അതുപോലെ തന്നെ തർജുമയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ട്രാൻസ്ലേഷൻ മേഖലയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ജോലികൾ എന്ത് ചെയ്യുന്നുണ്ട്, അറബി സാധ്യത മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഹാറത്തു ഗഫി ആദി ലുവാത്ത് തുസായിദു ഗഫി മജാലി തസ്വീഖ് വസ്വനാഅത്തി ഹൈസു അസ്ബഅത്തു ബിലാദിൽ അറബിയ അക്ബർ അസ്വാഖിൽ ആലമിയ അല്ലേ. ഒരുപാട് ഈ ലോകത്തിലുള്ള ഒരുപാട് മേഖലകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അറബി അതിൻ്റെ കൃത്യമായിട്ടുള്ള റോള് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അറബി ഭാഷ പഠിക്കുന്നതിലൂടെ എന്ത് ചെയ്യാൻ കഴിയും, അത്തരം സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യാൻ കഴിയും, കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താനും കൃത്യമായിട്ടുള്ള അവസരങ്ങൾ എന്ത് ചെയ്യും, നമുക്ക് കിട്ടുമെന്നാണ് അതിൻ്റെ ആശയം. അതുപോലെ തന്നെ വമിൻ വാജിബാത്തി ദറാസി ലുഅത്തുൽ അറബിയ മുഹാഫലത്തൻ അലൈഹ വൽ ബദലു ജുഹൂദു ഫീ നശ്രിഹ വ തത്വാരിഹ. നമ്മളോട് പറയാണ് കൃത്യമായിട്ടുള്ള വ്യാപനം അല്ലേ, അറബിയുടെ വ്യാപനം അത് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ പെട്ടെന്ന് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലുഅത്തുൽ അറബിയ പഠിക്കൽ എന്താണ്, നമ്മളുടെ മേലെന്താണ്, വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ലുഅത്തുൽ അറബിയയുടെ അല്ലേ, വമിൻ വാജിബാത്തിൽ ദറാസിയ ലുഅത്തുൽ അറബിയ മുഹാഫലത്തുൻ അലയ്യ, നമ്മൾ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് അതെന്ത് ചെയ്യുന്നു, സംരക്ഷിക്കുന്നു. അപ്പോൾ അറബി ഭാഷ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് നമ്മളെ സംരക്ഷിക്കുന്നു. വൽ ബദലു ജുഹൂദു ഫീ നശ്രിഹ വ തത്വാരിഹ, കൃത്യമായിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ട്, വ്യാപനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അറബി ഭാഷ നമ്മളെ സഹായിക്കുന്നു. ഇനി നോക്കിയാട്ടെ,
അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത്, ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എന്താ, അറബിയുടെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ആശയം മാത്രം ഇങ്ങനെ പറഞ്ഞു പോയത്. അപ്പോൾ ചില പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ത് ചെയ്യുക, ഈ പാഠത്തിൽ നിന്ന് പഠിച്ചു വെക്കുക. കാരണം യോമുൽ ഡിസംബർ 18 പ്രത്യേകത പഠിച്ചു വെക്കുക. ഡിസംബറിൻ്റെ 18 എന്തായിരുന്നു, ഡിസംബർ 18 അന്നാണ് എന്ത് ചെയ്യുന്നത്, ലോക അറബി ഭാഷ ദിനമായിട്ട് എന്ത് ചെയ്യുന്നത്, ഐക്യരാഷ്ട്രസഭ എന്ത് ചെയ്യുന്നത്, അംഗീകരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മുമ്പിൽ ഒരുപാട് അവസരങ്ങൾ എന്ത് ചെയ്യുന്നു, അറബി ഭാഷ തുറന്നു തരുന്നു കാര്യങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ അറബി ഭാഷയിൽ നിന്ന് മറ്റൊരുപാട് ഭാഷകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കടമെടുത്തിട്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, പഠിക്കുക. ഇനി നോക്കൂ, അനിശ്ചിതത്തിൽ ദർസിയ, നമ്മളുടെ അടിയിലുള്ള ക്വസ്റ്റ്യനുകൾക്ക് എന്ത് ചെയ്യാനാണ്, ആൻസർ പറയാനാണ് പറയുന്നത്. നോക്കിയാട്ടെ, നുറാജി ഉന്നസ്തവനു ജീവൻ അസ്ഇലത്തിലാത്തിയ, അടിയത്തെ വരികൾ വായിച്ചിട്ട് എന്ത് ചെയ്യുക, അതിന് ആൻസർ നൽകാനാ. നോക്കൂ, അല്ലു അത്തുൽ അറബിയ മിനൽ ലുആത്ത്, അല്ലേ, എന്താ പൂർത്തീകരിക്കുക, ലു അത്തുൽ അറബിയ എന്നുള്ളത് മിനൽ ലുആത്ത്, ഭാഷകളിൽ പെട്ടതാണ്. എന്ത് ഭാഷയിൽ പെട്ടതാണ്, അസാമിയ, അല്ലേ, നമ്മളിതാ തൊട്ട് മുമ്പ് പറഞ്ഞു, ഇതാ അല്ലുഅത്തുൽ അറബിയ, ദാ അല്ലുഅത്തുൽ അറബിയ എവിടെ പോയി ദാ അല്ലുഅത്തുൽ അറബിയ മിനൽ ലുആത്തിൽ സാമിയ, അല്ലേ, സെമിറ്റിക് ഭാഷയിൽപ്പെട്ടതാണ് എന്ത്, അറബി ഭാഷ. അപ്പോൾ ഇവിടെ എങ്ങനെ പൂർത്തീകരിക്കുക, നോക്കിയാട്ടെ, അല്ലുഅത്തുൽ അറബിയ മിനൽ ലുആത്തുൽ സാമിയ, അല്ലേ, മിനൽ ലുആത്ത് സാമിയ, അതായത് സെമിറ്റിക് ഭാഷയിൽപ്പെട്ടതാണ് എന്ത്, നമ്മുടെ അറബി ഭാഷ എന്നുള്ളത്. നോക്കിയാട്ടെ, മാഹു അൽ യോമുൽ ആലമി ലുഅത്തുൽ അറബിയായിട്ട് ലോക അറബി ദിനമായിട്ട് എന്നാണ് ആചരിക്കുന്നത്, എന്നാണ് മക്കളെ ആൻസർ, ഡിസംബർ, അല്ലേ, ഡിസംബർ 18 എന്ത്, ലോക അറബി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഇനി അടുത്ത് നോക്കിയാട്ടെ, നഖ്റ ഉൻ നഖാത്തുൽ ആതിയ വനുഹിദ്ദു മഖാലത്തൻ ലിതഖദീമിഹാ ഫി ഹൽഫത്തി ഫി മദ്രസതിക ഫി മുനാസബത്തി യൗമിൽ ആലമി ലുഅത്തുൽ അറബിയ അനിസ്തിറാർ ലുഅത്തുൽ അറബിയ ഫിൽ കേരള. നമ്മളോട് പറയാണ് അറബി ഭാഷയുടെ, അല്ലേ, അപ്പോൾ കേരളത്തിൽ അറബി ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, വ്യാപകത്തെക്കുറിച്ച് നമ്മളോട് എന്ത് ചെയ്യാനാണ്, ഒരു മക്കാല തയ്യാറാക്കാനാണ് വേണ്ടി പറയുന്നത്. അപ്പം നമ്മളോട് ഈ അടിയിലുള്ള ഒരുപാട് ഈ ബ്രാക്കറ്റിലുള്ള ഒരുപാട് പോയിന്റ്സുകൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ളൊരു ഒരു ലേഖനം എന്ത് ചെയ്യണം, അറബി ഭാഷയെക്കുറിച്ച്, അറബി ഭാഷ കേരളത്തിൽ വഹിച്ചിട്ടുള്ള പങ്കിനെക്കുറിച്ച്. അപ്പോൾ കേരളത്തിൻ്റെ വ്യാപകത്തിൽ, അല്ലേ, കേരളത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അറബി ഭാഷയുടെ സ്വാധീനത്തെക്കുറിച്ച് നമ്മളോട് എന്ത് ചെയ്യാനാണ്, എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നോക്കിയാട്ടെ, അൽ വുസൂൽ ഇസ്ലാമില കേരള ഫി ആദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അറബി ഭാഷ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദർസുൽ മസ്ജിദ്, അല്ലേ, നമ്മളെ പള്ളി ദർസിൻ്റെ വ്യാപനം. അപ്പോൾ പള്ളി ദർസിൻ്റെ വ്യാപനം എങ്ങനെ അറബി ഭാഷയെ സ്വാധീനിച്ചു. അതുപോലെ തന്നെ ദിറാസുൽ ദീനിയ, ദീനീപരമായിട്ടുള്ള പഠനങ്ങൾ എങ്ങനെ അറബി ഭാഷയെ സ്വാധീനിച്ചു. അതുപോലെ തന്നെ അല്ലുഅത്തുൽ അറബിയ വ ഉലൂമുൽ ദീനിയ, അതായത് അറബി ഭാഷ എവിടെ, വ ഉലൂമുൽ ദീനിയ, അപ്പോൾ ദീനിനെ കുറിച്ചുള്ള ഭാഷയും അതുപോലെ തന്നെ അറബി ഭാഷയിലും എത്രത്തോളം പ്രാധാന്യം നമ്മൾ അറബി ഭാഷ വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തഹ്സീസുൽ കുല്ലിയാത്ത് വ ശർഇയ്യ, നമ്മൾ അറബി കോളേജുകൾ, മറ്റു കോളേജുകളിൽ എത്രത്തോളം പങ്ക് നമ്മൾ അറബി ഭാഷ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുസാഅമത്തുൽ മദാരിസിൽ ഇബ്തിദായിയ അദ്ദീനിയ, അല്ലേ, അപ്പോൾ പ്രാഥമിക ദീനി സ്ഥാപനങ്ങളിൽ എത്രത്തോളം നമ്മൾ അറബി ഭാഷ പങ്കുവഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അൽ അറബിയ ഫിൽ മദാരിസിൽ ഹുക്കൂമിയ, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, അപ്പോൾ ഗവൺമെൻറ് സ്കൂളുകളിൽ അറബി ഭാഷ വഹിച്ച പങ്ക് എന്താണ്. അതുപോലെ തന്നെ ഹാലത്തിൽ ദിറാസത്തിൽ അറബിയ ഫിൽ വലഇൽ ഹാലി, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അറബി ഭാഷയുടെ സ്വാധീനം എന്താണ്, അറബി ഭാഷയുടെ പ്രാധാന്യം എന്താണ് തുടങ്ങിയ ഈ പോയിന്റുകൾ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഒരു മനോഹരമായിട്ടുള്ള ലേഖനം എഴുതണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ആദ്യം അറബി ഭാഷയെക്കുറിച്ച് എന്ത് ചെയ്യുക, മനോഹരമായിട്ട് എഴുതാം, അല്ലേ. ഇവിടെ ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചതുപോലെ തന്നെ അല്ലുഅത്തുൽ അറബിയ മിൻ അഹമ്മിൽ ലുആത്ത് ഫിൽ ആലമിൽ വ അഖ്ദാമിയ വഹിയ ലുആത്തുർ റസ്മിയ ലിസിത്തി വൈശിരീൻ ദൗലത്തൻ വലുഅത്തു യുതറഫു ബിഹാ യദൽ അഹിമ്മത്തുൽ ഉമൂമിൽ മുത്തഹിദ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അതേ പോയിന്റുകൾ തന്നെ കൂട്ടിച്ചേർക്കുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, അതിനുശേഷം ഓരോന്ന് എത്തുക. ഉസൂലുൽ ഇസ്ലാമി ഇലാ കേരള ഫി ആദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കദ് ഹസലൽ ഇസ്ലാമു, എന്നിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ എന്ത് ചെയ്യുക, ഈ പോയിന്റുകളൊക്കെ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, ചെറിയൊരു ലേഖനം എന്ത് ചെയ്യുക, സ്വന്തം തയ്യാറാക്കുക. ഇനി നോക്കിയാട്ടെ, ومن تحسير اللغات العربية على اللغات الأخرى أن هناك عدة لغات تكتب بالحروف العربية نكتشف الأسماء التي تستعمل الحروف العربية للكتاب. നമ്മളോട് പറഞ്ഞത് എന്താ അറിയോ, അറബി നമ്മൾ പറഞ്ഞു, പാഠത്തിൽ നമ്മൾ പറഞ്ഞു എന്ത്, അറബി ഭാഷയുടെ സഹായത്താൽ മറ്റൊരുപാട് ഭാഷകൾ എന്ത് ചെയ്യുന്നുണ്ട്, എഴുതപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ചില ഉദാഹരണങ്ങൾ നമ്മളോട് എന്താണ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നോക്കിയാട്ടെ,
നോക്കിയാട്ടെ. അപ്പോൾ അറബി ഭാഷ പോലെ തന്നെ എഴുതിയിട്ടുള്ള മറ്റു ഭാഷകളെ കുറിച്ച് നമ്മളോട് എന്ത് ചെയ്യാനാണ്, എഴുതാനാണ് പറഞ്ഞത്. നോക്കിയാട്ടെ, അല്ലു അത്തു, ഞാൻ സാറോടെ എഴുതരാം. അല്ലു അത്തുൽ ഫാരിസിയ, അത്തുൽ ഫാരിസിയ, അല്ലു അത്തുൽ ഫാരിസിയ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലു അത്തുൽ ഫാരിസി എന്താണ്? തീർച്ചയായിട്ടും നമ്മളെ അറബി ഭാഷയിൽ എന്താണ് എഴുതുന്നത്. അപ്പോൾ പേർഷ്യൻ ഭാഷ എന്താണ്? അറബി ഭാഷയിൽ നിന്ന് എന്താണ് കടമെടുത്ത ആ ഒരു രീതിയിൽ. അപ്പോൾ അറബി ഭാഷയുടെ ഒരു മാറ്ററിൽ എഴുതുന്നതാണ് ഏത്? അല്ലു അത്തുൽ ഫാരിസിയ. അതുപോലെ തന്നെ അല്ലു അത്തുൽ ഉസ്മാനിയ, അല്ലു അത്തുൽ ഇസ്മാ, ഇതൊക്കെ ഓരോ ഭാഷകളാണ്. അല്ലു അത്തുൽ ഉസ്മാനിയ, അല്ലു അത്തുൽ ഉസ്മാനിയ എന്നുള്ളത് എന്താണ് മക്കളെ? അറബി ഭാഷ പോലെ തന്നെ എഴുതുന്ന ഭാഷയാണ് ഏത്? ലുഅത്തുൽ ഉസ്മാനിയ. അപ്പോൾ ലുഅത്തുൽ ഫാരിസിയ, പേർഷ്യൻ ഭാഷയായിട്ടുള്ള ലുഅത്തുൽ ഫാരിസിയയും അതുപോലെ തന്നെ ലുഅത്തുൽ ഉസ്മാനിയൊക്കെ എന്താക്കിയതാണ്? അറബിയിൽ നിന്ന് എന്താണ്? അറബിയുടെ അതേ ലിപി വെച്ചിട്ടാണ് എഴുതുന്ന ഭാഷകളാണ്. അതുപോലെ തന്നെ ലുഅത്തുൽ കാശ്മീരിയ, ലുഅത്തുൽ കാശ്മീരിയ, കാശ്മീരിയ എന്ന് പറയുന്നുണ്ട്, ലുഅത്തുണ്ട്. അപ്പോൾ ലുഅത്തുൽ കാശ്മീരിയ, ലുഅത്തുൽ കാശ്മീരിയ, ആ ലുഅത്തുൽ കാശ്മീരിയ എന്ത് ചെയ്യുന്നതാണ്? നമ്മുടെ അറബി ഭാഷയിൽ എന്ത് ചെയ്യാണ്? കോപ്പി അടിച്ച് എഴുതിയിട്ടുണ്ടാക്കിയ ഭാഷയാണ്. അതുപോലെ തന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ് ഇത് അല്ലുഅത്തുൽ അല്ലുഅത്തുൽ അദിരിക്കിയ, അല്ലുഅത്തുൽ അർദിയ. അല്ലുഅത്തുൽ അർദിയ എന്ന് പറഞ്ഞത് എന്താ? അല്ലുഅത്തുൽ അർദിയ എന്ന് പറഞ്ഞതും എന്താണ്? അറബി ഭാഷയിൽ നിന്ന് അതേ രീതിയിൽ എന്താണ് കടമെടുത്തിട്ടുള്ള ഭാഷയാണ്. അപ്പോൾ നോക്കിയാട്ടെ, ലുഅത്തുൽ ഫാരിസിയ അല്ലേ? ലുഅത്തുൽ ഫാരിസി എന്ന് പറഞ്ഞാൽ എന്താണ്? പേർഷ്യൻ ഭാഷ എന്നുള്ളത് എന്താണ്? അറബി അതേ ലിപിയിൽ എഴുതിയതാണ്. അതുപോലെ തന്നെ ലുഅത്തുൽ ഉസ്മാനിയ, ഉസ്മാനിയ ഭാഷ എന്നുള്ളത് എന്താണ്? അറബിയുടെ അതേ മാറ്ററിൽ എഴുതിയതാണ്. അതുപോലെ തന്നെ ലുഅത്തുൽ കാശ്മീരിയ, കാശ്മീരിയ ഭാഷയും എന്താണ്? അറബിയുടെ അതേ മാറ്ററിൽ എഴുതിയതാണ്. അപ്പോൾ നമ്മളോട് ഇവിടെ തന്നിട്ടുള്ള വർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ അറബിയുടെ പ്രയോഗത്തിൽ അല്ലേ, അപ്പോൾ അറബി അതേ ലിപിയിൽ എഴുതിയിട്ടുള്ള മറ്റു ഭാഷകളെ കണ്ടെത്താനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ 3 ഭാഷകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അല്ലുഅത്തുൽ ഫാരിസിയ, അല്ലുഅത്തുൽ ഉസ്മാനിയ, അല്ലുഅത്തുൽ കാശ്മീരിയ. അതുപോലെ തന്നെ നമ്മൾ ഉറുദു ഭാഷ, അത് എന്താണ്? അറബി ഭാഷയുടെ അതേ ശൈലിയാണ്. ഇനി നോക്കിയാട്ടെ, നഖറുൽ ഫിക്രത്ത് വൻ തർജുമ അറബിയ, ഈ മറ്റേത് വായിച്ചിട്ട് പാരഗ്രാഫ് വായിച്ചിട്ട് അതെന്ത് ചെയ്യാനാണ്? അറബിയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാനാണ്. എത്ര സിമ്പിളാണ്. അറബിക് ഈസ് എ വൺ ഓഫ് ദി വേൾഡ് ലാംഗ്വേജ് അല്ലേ? അതിൻ്റെ അറബി എന്താ പറയുക? അല്ലുഅത്തുൽ അറബിയ ഹിയ മിനൽ ലുആത്തിൽ ആലം അല്ലേ? ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷയാണ് ഏത്? അറബി. ഇറ്റ് ഈസ് ദ മദർ ടങ് ഓഫ് മോർ ദാൻ 300 മില്യൺ പീപ്പിൾ ഇൻ ദി വേൾഡ്. ഈ ലോകത്ത് 300 മില്യൻ്റെ അപ്പുറം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അറബി ഭാഷയെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പം എന്താ? ഇന്നഹ അല്ലുഅത്തുൽ ആമുലിൽ അക്സർ മിനൽ 300 മില്യൺ ഷഖ്സൻ ഫിൽ ആലം അല്ലേ? 300-ലെ പരം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അറബി ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ദ വൺ ഓഫ് ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് UNO അല്ലേ? അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒഫീഷ്യലായിട്ടുള്ള ഭാഷ ഏതാണ്? ഏത്? അറബി. ദർ ആർ മെനി ഫെസിലിറ്റീസ് ആൻഡ് സ്കോളർഷിപ്സ് ഫോർ ലേണിംഗ് അറബി ഓൾ ഓവർ ദ വേൾഡ്. ഇറ്റ് ഈസ് എ സിമ്പിൾ ആൻഡ് ഈസിയർ ലാംഗ്വേജ് ടു ലേൺ. ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ഹോളി ഖുർആൻ. ദർ ആർ മെനി ജോബ് ഓപ്പർച്യൂണിറ്റി ഫോർ ദോസ് ഹു ലേൺഡ് അറബി. അപ്പോൾ അറബി നേടിയ ഒരാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഖുർആനിൻ്റെ ഭാഷയാണ് ഏത്? അറബി എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? പാഠഭാഗത്തിലൂടെ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഇതെന്ത് ചെയ്യുക? ഒന്ന് സ്വന്തം ഇരുന്നിട്ട് എന്ത് ചെയ്യുക? ട്രാൻസ്ലേഷൻ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇതെന്ത് ചെയ്യുക? ഇതിൻ്റെ എല്ലാ വേർഡുകളും. അപ്പോൾ ലാംഗ്വേജ് നമ്മുടെ UNO അംഗീകരിച്ചതാണ് എന്നുള്ളത് എന്താണ്? നമ്മൾ പാഠത്തിലൂടെ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഖുർആനിൻ്റെ ഭാഷയാണ് എന്ത് ചെയ്താണ്? പാഠത്തിലൂടെ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ എന്തെന്നുള്ള അറബിയിലുണ്ട് എന്നുള്ള കാര്യം എന്താണ്? നമ്മൾ പാഠത്തിലൂടെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ആ പാഠം ഒന്ന് വായിച്ചിട്ട് സാറ് പറഞ്ഞു തന്ന ആ പാഠത്തിൻ്റെ ഫോർമാറ്റിൽ എന്ത് ചെയ്താൽ മതി? ഇത് ട്രാൻസ്ലേഷൻ ചെയ്താൽ മതി. നോക്കിയാട്ടെ, അടുത്ത് നമ്മളോട് പറഞ്ഞു നഖ്റഉ തസ്രീഹാത്തിൽ ആത്തിയ, അടിയിലുള്ള പോയിന്റുകൾ വായിക്കുക. നുമയ്യിസു മിനാ സഹിയ വൽ ഖതിയ. എന്നിട്ട് നമ്മളോട് പറഞ്ഞത് എന്താ? ഇതിൽ നിന്ന് ശരിയെയും തെറ്റിനെയും കണ്ടെത്താനാ. അപ്പോൾ ശരിയെയും തെറ്റിനെയും എന്ത് ചെയ്യണം? ഈ ഒരു സെന്റൻസിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മൾ കണ്ടെത്തണം. നോക്കേ, ഓരോന്നും ശരി. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8 കാര്യങ്ങളുണ്ട്. ഈ 8 കാര്യത്തിൽ ഏതാണോ ശരി, ഏതാണോ തെറ്റ്, അത് നമ്മൾ എന്ത് ചെയ്യണം? ശരിയാണെങ്കിൽ തസ്രീഹത്ത് സ്വഹിയ എന്നുള്ളത്. തസ്രീഹത്ത് സ്വഹിയ എന്ന് പറഞ്ഞാൽ എന്താ? ശരിയായ പ്രസ്താവന അല്ലേ? അപ്പോൾ ശരിയായ പ്രസ്താവനയാണെങ്കിൽ തസ്രീഹാത്ത് സ്വഹിയയുടെ നേരെ എഴുതുക. ഇനി ഈ പറഞ്ഞതിൽ തെറ്റായ പ്രസ്താവന ഏതെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? തസ്രീഹാത്തുൽ ഖാത്തിയൻ്റെ നേരെ എന്ത് ചെയ്യുക? എഴുതി കൊടുക്കുക. വളരെ സിമ്പിളാണ്. നോക്കിയാട്ടെ, വഹദ്ദൽ ഖുർആനു ലഹജാത്തിൽ ലുഅത്തുൽ അറബിയ. അറബി ഭാഷ എന്ത് ചെയ്തിട്ടുണ്ട്? ഖുർആനെ ഏകീകരിച്ചിട്ടുണ്ട്. ശരിയാണോ തെറ്റാണോ പ്രസ്താവന? മക്കളെ, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ പ്രസ്താവന ശരിയോ തെറ്റോ? ഏതാണ്? ശരിയാണ്. അപ്പോൾ എന്ത് എഴുതി കൊടുക്കുക? വഹദ്ദൽ ഖുർആൻ എന്നുള്ളത് എന്ത് ചെയ്യുക? ഇവിടെ എഴുതി കൊടുക്കുക അല്ലേ? ഇവിടെ എന്ത് ചെയ്താൽ മതി? എഴുതി കൊടുത്താൽ മതി. അടുത്ത് നോക്കൂ,
അല്ലുഅത്തു തർബിത്തുന ബിതുറാസിൽ ആദബി. നമ്മളോട് പറയാണെന്ത് അറബി ഭാഷ എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട് സാഹിത്യ പൈതൃകത്തോട് അല്ലേ. അപ്പോൾ സാഹിത്യപരമായിട്ടുള്ള പൈതൃകത്തോട് എന്ത് ചെയ്യുന്നുണ്ട് അറബി ഭാഷ എന്ത് ചെയ്യുന്നുണ്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ശരിയാണ്, നമ്മുടെ സാഹിത്യപരമായിട്ടുള്ള എല്ലാ പൈതൃകങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട് അറബി ഭാഷ എന്ത് തനിതായ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അല്ലുഅത്തുൽ തർബിയത്തി ബിതുറാസിൽ ആദാബി എന്ന് പറഞ്ഞാൽ എന്താ പ്രസ്താവന ശരിയോ തെറ്റോ? ശരിയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്താൽ മതി ആ തസ്രീഅത്തു അസ്വഹിയയിൽ എന്ത് ചെയ്താൽ മതി എഴുതിയാൽ മതി. അടുത്ത് നോക്കൂ, ലം തത്തവ്വറൽ ലുആത്തുൽ അറബിയ അലാ മർരി സമാൻ. എന്നോട് പറയാണ് എന്ത് ലം തത്തവ്വർ പുരോഗതി പ്രാപിക്കുന്നില്ല ലുആത്തുൽ അറബിയ അലാ മർരി സമാൻ. അപ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിനേക്കാൾ എന്ത് ചെയ്യുന്നില്ല ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നില്ല അറബി ഭാഷ പുരോഗതി പ്രാപിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതായത് തീരെ പുരോഗമനമില്ല, അറബി ഭാഷ എന്താണ് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു സൂചകമാണ് മൂന്നാമതായിട്ട് പറഞ്ഞത്. മക്കളെ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? തെറ്റാണ് അല്ലേ. കാരണം എന്താ നമ്മൾ ശരിയാണ് പഠിച്ചത്. കാരണം എന്താ ഓരോ വർഷം കഴിയുമ്പോൾ എന്തുണ്ട് അതിൻ്റേതായിട്ടുള്ള പുരോഗതി എന്ത് ചെയ്യുന്നുണ്ട് ഭാഷ കൃത്യമായിട്ട് അറബി ഭാഷ എന്ത് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് നേടുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ ഇവിടുത്തെ പ്രസ്താവന എന്താ ലം തത്തവ്വർ ലുഹത്തുൽ അറബി അലാ മർരി സമാൻ അല്ലേ. കാലാനുസൃതമായിട്ട് എന്ത് ചെയ്യുന്നില്ല ഒരു പുരോഗതി എന്ത് ചെയ്യുന്നില്ല കൊണ്ടുവരുന്നില്ല എന്നാണ് പറഞ്ഞത്. മക്കളെ പറഞ്ഞാട്ടെ പ്രസ്താവന തെറ്റാണോ ശരിയാണോ? സാറേ തെറ്റാണ്. നമ്മൾ ഇതിലെഴുതണം തെറ്റ് എന്നുള്ളത് എന്ത് ചെയ്യണം മൂന്നാമത്തത് എഴുതണം അല്ലേ. നാലാമത്തെ നോക്കൂ, ഖദ് ഇഖ്തലഫ മിനൽ ആലമി കസീറൻ മിനൽ ലുആത്ത്. ഖദ് ഇഖ്തലഫ മിനൽ ആലം കസീറൻ മിനൽ ലുആത്ത് അല്ലേ. വ്യത്യസ്ത ഭാഷകൾ എന്ത് ചെയ്യുന്നു അറബി ഭാഷ ഖദ് ഇഖ്തലഫ മിനൽ ആലമി കസീറൻ മിനൽ ലുആത്ത് അല്ലേ. വ്യത്യസ്ത ഭാഷകൾ എന്ത് ചെയ്യുന്നു ഈ ലോകത്തിൽ എന്ത് ചെയ്യുന്നു സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. പ്രസ്താവന ശരിയാണോ തെറ്റാണോ? ശരിയാണ്. കാരണം എന്താ അറബി ഭാഷ മാത്രമല്ല മറ്റും ഒരുപാട് ഭാഷകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക ശരിയിൽ എഴുതുക. നോക്കൂ, ലൈസൽ ഇൻസാലി ആദാത്തിൽ തആമുലി വ തആസുൽ അല്ലേ. ലൈസൽ ഇൻസാന് ജനങ്ങൾക്കില്ല ആദാത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഒരു മാർഗമില്ല ലി തആമുലി വ തവാസുൽ. അപ്പോൾ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള ഇടപാടുകൾ നടത്താനും കൃത്യമായിട്ടുള്ള ഒരു ആദത്ത് ഒരു ഉപയോഗം ഒരു മാർഗം ഇല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നോക്കിയാട്ടെ മക്കളെ, ആ പ്രസ്താവന കണ്ടാൽ തന്നെ തെറ്റാണോ ശരിയാണോ? തെറ്റാണ് സാറേ. കാരണം എന്താ ഒരുപാട് മാർഗങ്ങൾ അല്ലേ. ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടുള്ള അറബി ഭാഷ ഉപയോഗിച്ചിട്ടുള്ള മറ്റു ഭാഷകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് മാർഗങ്ങൾ അല്ലേ പരസ്പരം ഇടപെടാനും അവരുടെ വിനിമയങ്ങൾ പങ്കുവെക്കാനുമുള്ള ഒരുപാട് സ്രോതസ്സുകൾ എന്ത് നൽകുന്നുണ്ട് നമ്മുടെ ഭാഷ നൽകുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പ്രസ്ഥാനം എന്താണ് തെറ്റാണ്. അപ്പോൾ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും അതെന്ത് ചെയ്യുക തെറ്റ് എന്നുള്ളതിലേക്ക് എന്ത് ചെയ്യുക എഴുതുക അല്ലേ. അപ്പോൾ 1, 2, 4 ശരിയാണ്, 3, 5 എന്താണ് തെറ്റാണ്. ഇനി അടുത്ത് നോക്കൂ, ലുആത്തുൽ ഖസാനത്തുൽ അൽ ഇൽമി വസ്സഖാഫ അല്ലെ. അൽ ലുഅത്തു അറബി ഭാഷ എന്നുള്ളത് ഭാഷ എന്നുള്ളത് എന്താണ് ഖസാനത്തിന് അത് ഖജനാവാണ് അൽ ഇൽമു വസ്സഖാഫ അല്ലെ. അപ്പോൾ അറിവിൻ്റെയും അതുപോലെ തന്നെ പൈതൃകത്തിൻ്റെയും ഖജനാവാണ് എന്ത് എന്നുള്ളത് ലുഅത്ത് ഭാഷ എന്നുള്ളത്. പ്രസ്താവന ശരിയാണോ തെറ്റാണോ? മക്കളെ പാഠത്തിൽ പഠിച്ചത് എന്താ? തീർച്ചയായിട്ടും അതെന്താണ് ഖജനാവ് തന്നെയാണ് എന്നല്ലേ. അപ്പോൾ നോക്കിയാട്ടെ ആറാമത്തെ പ്രസ്താവന എന്താണ്? ശരിയാണ് അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യണം തസ്രീഹാത്ത് സ്വഹിയയിൽ കൊണ്ടുപോയിട്ട് എഴുതണം. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് തോന്നുന്നത് തസ്രീഹാത്ത് സ്വഹീഹയിൽ സ്വഹീ അതായത് ശരിയായ പ്രസ്താവനയാണെങ്കിൽ തസ്രിയാത്ത് സ്വഹിയയിൽ എഴുതണം. തെറ്റായ പ്രസ്താവനയാണെങ്കിൽ തസ്രിയാത്തുൽ ഖാത്തിയയിൽ എന്ത് ചെയ്യണം എഴുതണം. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ 1, 2, 4, 6 എന്താണ് ശരിയാണ്. ഇനി നോക്കിയാട്ടെ ഏഴാമത്തെ നോക്കൂ, തുഅ്തബറു ലുആത്തുൽ അറബിയ ലുഅത്തൻ ജാമിദ. നമ്മളോട് പറയാണ് എന്ത് തുഅ്തബറു എണ്ണപ്പെടുന്നു കണക്കാക്കപ്പെടുന്നു എന്തിനെ ലുഅത്തുൽ അറബിയ അറബി ഭാഷയെ കണക്കാക്കപ്പെടുന്നു ലുഅത്തുൽ ജാമിദ ഒരു നിർജീവമായ അല്ലേ. അപ്പോൾ ഒരു നിർജീവമായിട്ടുള്ള വസ്തുവായിട്ടാണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ ജീവനില്ലാത്തൊരു വസ്തുവാണ് അറബി ഭാഷ എന്നാണ് പറഞ്ഞത്. മക്കളെ ഇത്രയും നമ്മൾ അറബി ഭാഷയെക്കുറിച്ച് പഠിച്ചിട്ട് അല്ലേ അറബി ഭാഷ ജീവനില്ലാത്ത വസ്തുവാണ് എന്നുള്ള പ്രസ്താവന ശരിയാണോ തെറ്റാണോ? പറഞ്ഞാട്ടെ സാറേ അത് തെറ്റാണ്. കാരണം എന്താ നിർജീവനമല്ല ജീവനുള്ള ഭാഷയാണ് ഏത് നമ്മൾ അറബി ഭാഷ എന്നുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യണം തെറ്റ് എന്നുള്ളതിൽ എഴുതണം. അപ്പോൾ 3 അല്ലേ കൂട്ടത്തിൽ ലം തത്തവ്വറ ലുഅത്തുൽ അറബിയ അലാ മർരിൽ സമാൻ എന്നുള്ളതും അതുപോലെ തന്നെ 5ാമത്തെ പ്രസ്താവന ലൈസൽ ഇൻസാലി ആദാത്തിൽ തഹാമുൽ വ തആസുൽ എന്നുള്ളതും അതുപോലെ തന്നെ തുഅ്തബറു ലുഅത്തുൽ അറബിയ ലുഅത്തൻ ജാമിദ എന്നുള്ളത് എന്താണ് പ്രസ്താവന തെറ്റാണ്. ബാക്കിയുള്ളതൊക്കെ എന്താണ് ശരിയാണ്. അപ്പോൾ ഇതേപോലെ എക്സാമിന് എന്തുണ്ടാവും ശരിയും തെറ്റും
വേർതിരിച്ച് എഴുതാനുണ്ടാവും. അപ്പം എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. നോക്കിയാട്ടെ അടുത്ത നോക്കൂ, അടുത്ത വർക്ക് നോക്കൂ. നത്തഹാറഫു ബഅദൽ കലിമാത്തിൽ മുക്തസബത്ത് മിനൽ ലുആത്തിൽ അറബിയ ഇലാ ലുഅത്തിന മലയാളം നജ്മഉ മാ മുമാസിലുവ. നമ്മളോട് പറയാണെന്ത്? അറബി ഭാഷ. നമ്മൾ പറഞ്ഞു അറബി ഭാഷയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് മറ്റു ഭാഷകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് വേർഡുകൾ കടമെടുത്തിട്ടുണ്ട്. അത്തരം ചില ഉദാഹരണങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ അടിയിൽ കൊടുത്തിട്ടുള്ളത്. നോക്കട്ടെ, വക്കീൽ എന്നുള്ളത് അല്ലേ, നമ്മൾ മലയാളത്തിൽ പറയുമെന്ത്? വക്കീൽ എന്നുള്ളത് അല്ലേ, ജഡ്ജി വക്കീൽ അല്ലേ, കോടതി വക്കീൽ. അപ്പോൾ ആ വക്കീൽ എന്നുള്ള വാക്ക് ഏതിൽ നിന്ന് കടമെടുത്തതാണ്? അറബിയിൽ നിന്ന് കടമെടുത്തതാണ്. കാരണം അതിൻ്റെ യഥാർത്ഥ ഭാഷ എന്നത് എന്താണ്? വക്കീൽ എന്നുള്ളത് അത് അറബിയിലാണ് പ്രയോഗിക്കുക. അടുത്ത് നോക്കൂ, കരാർ അല്ലേ. കരാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അറബി ഭാഷയാണ്. പക്ഷെ മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കും എന്ത്? കരാർ അല്ലേ. ആ കരാർ അവൻ ലംഘിച്ചു, ആ കരാർ അവൻ എന്താക്കി? പൂർത്തിയാക്കി. അപ്പോൾ ആ കരാർ എന്നുള്ളത് സ്വാഭാവികമായിട്ടും എന്തിൽ നിന്ന് വന്നതാണ്? അറബി ഭാഷയായിട്ടുള്ള കരാർ എന്നുള്ള ഭാഷയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? മലയാളത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത്? കരാർ എന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അടുത്ത് നോക്കി, ഖാലിൻ അല്ലേ. ഖാലിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഖാലിൻ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ഖാലിൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? കാലിയാവുക അല്ലേ, അല്ലെങ്കിൽ എന്താ? ഒഴിഞ്ഞു പോവുക. അപ്പോൾ എന്താ? കാലിയാകുക അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകുക എന്നുള്ളതാണ് ഖാലിൻ എന്നുള്ളതിൻ്റെ അർത്ഥം. നമ്മൾ എന്ത് ചെയ്യും? അറബി ഭാഷയിൽ നിന്ന് കോപ്പി അടിച്ചിട്ട് എന്ത് ചെയ്തു? മലയാള ഭാഷത്തിൽ അവൻ കാലിയായി അല്ലേ, അത് കാലിയായി, അതെന്തായി? ഇല്ലാതെയായി എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഖാലിൻ എന്നുള്ളതിൽ നിന്നാണ് എന്തുണ്ടായത്? കാലിയാവുക എന്നുള്ള മലയാള ഭാഷ ആയത്. അതുപോലെ തന്നെ റദ്ദുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റദ്ദ് ചെയ്യപ്പെടുക അല്ലേ. അപ്പോൾ റദ്ദുൻ എന്നുള്ള അറബി ഭാഷയിൽ നിന്നാണ് നമ്മൾ പറയും ആ നിയമം എന്തായി? റദ്ദ് ചെയ്യപ്പെട്ടു പോയി എന്ത് ചെയ്യും? മലയാളത്തിൽ പറയും. അപ്പോൾ റദ്ദും എന്നുള്ളത് എന്താണ്? അറബി ഭാഷയാണ്. അതുപോലെ തന്നെ ബാക്കിൻ എന്ന് പറഞ്ഞാൽ എന്താ? ബാക്കിയാവുക അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഓൻ ബാക്കിയായി പോയി അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക, ഈ അറബിയിൽ നിന്നുള്ള ബാക്കിൻ എന്നുള്ള വാക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മലയാളത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഓൻ ബാക്കിയായി പോയി, അല്ലെങ്കിൽ അത് ബാക്കിയായി പോയി, ഇത് ബാക്കിയായി പോയി, ബാക്കി നമ്മൾ പറയല്ലോ. ബാക്കി എത്ര? അതെന്താണ്? അതിൻ്റെ തനിതായിട്ടുള്ള ഭാഷ ഏതാണ്? അറബിയുടെ ബാക്കിൻ എന്നുള്ള വാക്കിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ബാക്കിയായി പോവുക എന്നുള്ളതിലേക്ക് എന്ത് ചെയ്യുന്നത്? നമ്മൾ എത്തുന്നത്. അതുപോലെ തന്നെ അസ്ലുൻ എന്ന് പറഞ്ഞാൽ എന്താ? അസ്ലുൻ എന്ന് പറഞ്ഞാൽ എന്താ? അടിസ്ഥാനം അല്ലേ. അപ്പോൾ ഈ അസ്ലിൻ ഉപയോഗിച്ചിട്ടാണ് എന്താകുന്നത്? അടിസ്ഥാനം എന്നുള്ള വാക്കുണ്ടായത്. അടുത്തത് നോക്കി മക്കളെ, ഹാലിറിൻ അല്ലേ. ഹാലിറിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹാജരാവുക. അപ്പോൾ ഹാലിർ എന്നിൽ നിന്നാണ് എന്തായത്? ഹാലിർ എന്നുള്ള വാക്കിൽ നിന്നാണ് എന്തുണ്ടായത്? ഹാജരാവുക എന്നുള്ള മലയാള വാക്ക് വന്നത്. അതുപോലെ തന്നെ ആഫാത്ത് അല്ലേ. ആഫാത്ത് എന്നുള്ള വാക്കിൽ നിന്നാണ് എന്ത്? ആപത്ത്. നമ്മൾ പറയുന്നത് ആപത്ത്, അത് വല്ലാത്തൊരു ആപത്തായി പോയി. അപ്പോൾ ഈ ആപത്ത് എന്നുള്ള മലയാള വാക്ക് സ്വാഭാവികമായിട്ട് ഏതിൽ നിന്നുണ്ടായതാണ്? അറബിയുടെ ആഫാത്ത് എന്നിൽ നിന്നാണ് എന്ത് ആയത്? അറബിയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? മലയാളത്തിലെ നമ്മൾ ഉപയോഗിക്കുന്ന ആഫത്ത് എന്നുള്ള അല്ലെ, ആപത്ത് എന്നുള്ള വാക്ക് എന്ത് ചെയ്യുന്നത്? വരുന്നത്. അപ്പം നമ്മളോട് ചില ഉദാഹരണങ്ങൾ ഇവിടെ തന്നതാണ്. ഈ വക്കീൽ, അതുപോലെ തന്നെ കരാർ, ഹാലിൻ, റദ്ദ്, ബാക്കി, അസ്ല്, ഹാലിർ, ആഫാത്ത്, ഇതൊക്കെ എന്താണ്? ഇതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഏതാണ്? അറബിയാണ് മക്കൾ. അറബി ഭാഷയിൽ നിന്നാണ് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ബാക്കിയായി പോയി. അതുപോലെ തന്നെ വക്കീൽ എന്നുള്ള മലയാള ഭാഷകൾ അത് അറബി ഭാഷയിൽ നിന്ന് എടുത്തതാണെന്ന് ചെയ്യണം നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്ത് നോക്കിയാട്ടെ, നുഹാഫുൽ അസ്മാഉൽ ആത്തിയ. അടിയിൽ എന്ത് ചെയ്യാനാണ്? നമ്മളോട് ഇസ്മുകൾ ചേർക്കാനാണ്. മിക്കിനസ്ത്ത്, അതുപോലെ തന്നെ മിഫ്താഹ്. അപ്പോൾ മിക്കിനസ് അതുപോലെ തന്നെ മിഫ്താഹ് എന്നുള്ള വസനുകളിൽ എന്ത് ചെയ്യണം? ചില വാക്കുകൾ നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ അസ്മാഉൽ ആല, ചില ഉപകരണങ്ങളുടെ വാക്കുകൾ നമ്മൾ ഉണ്ടാക്കാനാണ് പറയുന്നത്. ഏതൊക്കെ വസനിൽ വെച്ചിട്ടാണ്? മിൽറബ്, മിഖ്സിനത്ത്, മിഫ്താഹ് എന്നുള്ള വസനുകൾ വെച്ചിട്ട്. അപ്പോൾ മിൽറബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വസൽ ഏതാണ്? അതിൻ്റെ വസന് എന്ന് പറഞ്ഞാൽ അത് മിഫ്അൽ വസനാണ്. മനസ്സിലായോ? അപ്പം മിഫ്അൽ വസനിൽ നമ്മളൊരു വേർഡ് എഴുതിയാൽ, ഒരു വേർഡ് എഴുതിയാൽ അതെന്താവും? അതിൻ്റെ ഒരു ഉപകരണമായിട്ട് മാറും. അപ്പം മിഫ്അൽ വസനിൽ ഞാൻ എഴുതുകയാണ് എന്ത്? മിസ്അദ്. നോക്കിയാട്ടെ, മിസ്അദ് എന്നുള്ളത് ഞാൻ എഴുതിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കോണി എന്നാണ്. അപ്പോൾ ആ മിസ്അദ് എന്നുള്ളത് എന്ത് വസനിലാണ് എഴുതിയത്? മിൽറബ് എന്ന വസനിലാണ് എഴുതിയത്. മിഫ്അൽ എന്ന വസനിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? അപ്പോൾ മിഫ്അൽ എങ്ങനെയാണോ എഴുതിയത് അതേപോലെയാണ് എന്ത് ചെയ്തത്? മിസ്അദ് എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ മിസ്അദ് എന്ന് എഴുതിയത് കൊണ്ട് തന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? കോണിയാണ്. കോണി എന്നുള്ളത് ഒരു ഉപകരണത്തിൻ്റെ പേരല്ലേ. അതുപോലെ തന്നെ മിക്കിനസത്ത് എന്നുള്ളത് ഏത് വസനാണ്? മിഫ്അലത്ത് എന്ന് പറയുന്ന വസനാണ്. മിക്സിനത്ത് എന്നുള്ളത് മിഫ്അലത്ത് വസനാണ്. അപ്പോൾ മിഫ്അലത്ത് വസനിൽ നോക്കിയാട്ടെ, മിഫ്അലത്ത് വസനിൽ നമ്മളൊരു ഉദാഹരണം എഴുതുമ്പോൾ എങ്ങനെയാണ്? മിൽഹക്കത്ത് അല്ലേ. മിൽഹക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പൂണ് എന്നാണ് മിൽഹക്കത്ത്. നോക്കിയാട്ടെ, ഈ മിൽഹക്കത്ത് നമ്മൾ ഏത് വസനിലാണ് മക്കളെ? ഏത് എഴുതിയത് പോലെയാണ് എഴുതിയത്? മിഫ്അലത്ത് എഴുതിയത് പോലെയാണ് എഴുതിയത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? സ്പൂണ് എന്നാണ് അല്ലേ. അപ്പോൾ ഈ വസനിൽ നമ്മൾ എഴുതിയാൽ, മിൽറബ് വസനിൽ മിക്കനസത്ത്, അതായത് മിഫ്അൽ വസനിൽ, അതുപോലെ തന്നെ മിഫ്അലത്ത് വസനിൽ നമ്മളൊരു വാക്ക് എഴുതുകയാണെങ്കിൽ അതെന്താണ്? അത് ആലാത്തായിട്ട് മാറും, അതായത് ഉപകരണത്തിൻ്റെ പേരായിട്ട് മാറും. അതുപോലെ
തന്നെ മിഫ്താഹ്, മിഫ്താഹ് എന്നുള്ളത് ഏത് വസ്നിലാണ്? മിഫ്ആൽ എന്നുള്ള വസ്നിലാണ് അല്ലേ? മിഫ്താഹ് എന്നുള്ളതിൻ്റെ വസ്ന് എന്താണ്? അപ്പോൾ മിഫ്ആലിൽ നിന്നാണ് എന്താകുന്നത്? മിഫ്താഹ് എന്നുള്ള വാക്കുണ്ടായത്. അപ്പോൾ മിഫ്ആൽ എങ്ങനെയാണോ എഴുതിയത് അതേപോലെയാണ് മിഫ്താഹ് എഴുതുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് എന്ത് ചെയ്താ? മിസ്മാർ എന്ന് എഴുതുക. എന്ത് ചെയ്താ? മിസ്മാർ എന്ന് എഴുതുക. അതുപോലെ തന്നെ അതായത് വീണ അല്ലേ? അപ്പോൾ ഈ മിഫ്ആൽ എന്നുള്ള അതേ വസിലാണ്. അപ്പോൾ അതേ വാക്ക് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? മിസ്മാർ എന്നുള്ളത് എഴുതിയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്, മക്കളെ മനസ്സിലാക്കി വെക്കേണ്ടത്, ഇത് മൂന്നും ഒരു വസിനാണ്. ഈ വസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും അടിസ്ഥാനം ഫഅല, പ്രവർത്തിച്ചു. ഈ ഫഅലയിൽ നിന്നാണ്. അപ്പോൾ ഫാഫീൽ, ഐൻഫീൽ, ലാംഫീൽ അല്ലേ? അപ്പോൾ ഈ ഫീൽ, ഐൻഫീൽ, ലാംഫീൽ അത് വരുന്ന അതേപോലെ വരുന്ന ഒരുപാട് ഉദാഹരണം. ദഹബ, അതുപോലെ തന്നെ അക്കല, ഇതൊക്കെ എന്താണ്? ഐൻഫീൽ, ഫാഫീൽ, ലാംഫീൽ, അതുപോലെ തന്നെ ഐൻഫീൽ, ഇത് മൂന്നെന്താണ്? സെയിം ആണ്. അപ്പോൾ ഫഅലയിൽ നിന്നാണ്. ഫഅല എങ്ങനെയാണോ എഴുതിയത് അതേപോലെയാണ് അക്കല, ദഹബ, അതുപോലെ തന്നെ ജാ ഒക്കെ എഴുതിയിട്ടുള്ളത്. അതാണ് അതിൻ്റെ വസിന്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ വസിന് ഏതാണെന്ന് ചോദിച്ചാൽ ഫഅലയാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, മിഫ്അലുൻ എന്നുള്ള വസിന്, അതായത് മിഫ്അലുൻ എന്ന് എഴുതിയത് എങ്ങനെയാണോ അതേപോലെയാണ് എന്ത് എന്നുള്ളത്? മിസ്അദ് എന്നുള്ളത് എഴുതുക. നോക്കിയാട്ടെ, മിസ്അദ് എന്നുള്ളതും മിഫ്അൽ എന്ന് എഴുതിയതും സെയിം ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും മിഫ്അൽ എന്നുള്ള വസിനിൽ നമ്മളൊരു കാര്യം എഴുതുകയാണെങ്കിൽ അതെന്താവും? അതിൻ്റെ മിസ്അദ് എന്നുള്ളത് എഴുതുകയാണെങ്കിൽ അത് ഒരു ഉപകരണത്തിൻ്റെ പേരായി മാറും. അപ്പം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു ഉപകരണത്തിൻ്റെ പേര് എഴുതാനാണ് അല്ലേ? അപ്പോൾ ഒരു ഉപകരണത്തിൻ്റെ പേര് നമ്മൾ എഴുതുമ്പോൾ അത് മിഫ്അൽ വസ്നിൽ എഴുതിയാൽ, അതായത് മിഫ്അൽ വസ്നിൽ എങ്ങനെയാണോ എഴുതേണ്ടത് അതേപോലെ നമ്മൾ മിസ്അദ് എന്ന് എഴുതിയാൽ എന്താണ്? അത് ഉപകരണത്തിൻ്റെ പേരായിട്ട് മാറും. അപ്പോൾ മിഫ്അൽ വസ്നിൽ എഴുതാം. അതുപോലെ തന്നെ മിഫ്അലത്ത് വസ്നിൽ ഒരുത്തൻ എഴുതി, മിഫ്അലത്ത് വസ്നിൽ, മിഫ്അലത്ത് വസ്നിൽ എഴുതിയാലും അതെന്താണ് മക്കളെ? മിൽഹക്കത്ത് അല്ലേ? മിൽഹക്കത്ത് എന്നുള്ളത് അതിൻ്റെ നോക്കൂ, മിൽഹക്കത്ത് എന്നുള്ളതിൽ എന്താണ്? മിഫ്അലത്ത് വസ്നിലാണ് നമ്മൾ എഴുതിയിട്ട്. അപ്പോൾ മിൽഹക്കത്ത് എന്ന് എഴുതുമ്പോൾ അതെന്താണ്? ഒരു ഉപകരണമായി മാറി, സ്പൂണായിട്ട് മാറി. മനസ്സിലായോ? അപ്പോൾ വളരെ സിമ്പിളാണ്. ഇത് ഏറ്റവും അവസാനം പറഞ്ഞത് ആരും സംശയിക്കേണ്ട ആവശ്യമില്ല. ഈ മിദ്റബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വസ്ന്, അതിൻ്റെ യഥാർത്ഥ രൂപം എന്താണ്? മിഫ്അൽ എന്നുള്ളതാണ്. മനസ്സിലായോ? മിഫ്അൽ എന്നുള്ളതാണ്. അതുപോലെ തന്നെ മിക്നസത്ത് എന്നുള്ളതിൻ്റെ യഥാർത്ഥ രൂപം എന്താണ്? മിഫ്അലത്ത് എന്നുള്ളതാണ്. മിഫ്അലത്ത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മിഫ്താഹ് എന്നുള്ളതിൻ്റെ യഥാർത്ഥ രൂപം എന്താണ്? മിഫ്ആൽ എന്നുള്ളതാണ്. മനസ്സിലായോ മക്കളെ? അപ്പോൾ ഈ മൂന്ന് വസിൽ നമ്മളോട് എന്ത് എഴുതാനാണ് പറഞ്ഞത്? ഉപകരണങ്ങളുടെ അല്ലേ? ഈ കോണി, അതുപോലെ തന്നെ സ്പൂണ്, വീണ, അതുപോലെ തന്നെ ഗ്ലാസ്, ഇതൊക്കെ എന്താണ്? ഓരോ ഉപകരണങ്ങളാണ്. കുടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പാടാൻ വേണ്ടി അല്ലെങ്കിൽ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങളുടെ പേര് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ മിഫ്അൽ വസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഉപകരണത്തിന് പേര് എഴുതണം. അപ്പോൾ മിഫ്അൽ എഴുതിയതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ എഴുതേണ്ട ഉപകരണത്തിൻ്റെ പേരും. അപ്പോൾ നോക്കൂ, മിഫ്അൽ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്താ? സാർ ഇവിടെ എഴുതി തന്നത് മിസ്തഹ് അല്ലേ? മിസ്ഹദ് അല്ലേ? മിസ്അദ് എന്നുള്ളത് നോക്കൂ, മിഫ്അൽ അതേപോലെ എഴുതിയതാണ് എന്ത്? മിസ്അദ് എന്നുള്ളത്. അപ്പോൾ മിസ്അദ് എന്ന് പറഞ്ഞാൽ എന്താ? കോണിയാണ്. അതുപോലെ തന്നെ മിഫ്അലത്ത് എന്നുള്ള വസ്നിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. അതേപോലെ സാർ എഴുതി തന്നത് മെഹ്ലക്കത്ത് അല്ലേ? മെഹ്ലക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മിഫ്അലത്ത് അല്ലേ? മെഹ്ലക്കത്ത് എന്ന് പറഞ്ഞാൽ മിഫ്അലത്തിൻ്റെ അതേ വസ്നിലാണ് എഴുതിയത്. മെഹ്ലക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പൂണാണ്. അതുപോലെ തന്നെ മിഫ്ആലുൻ എന്ന് പറയുന്ന വസ്ന്, മിഫ്ആലിൻ എന്ന് പറയുന്ന വസിൻ്റെ പോലെ എഴുതാൻ പറഞ്ഞതാണ് എന്ത്? മിസ്മാർ. മിസ്മാറുൻ എന്നുള്ളടുത്ത് നോക്കൂ മക്കളെ, മിഫ്ആൽ എങ്ങനെയാണോ എഴുതിയത് അതേപോലെയാണ് മിസ്മാർ എഴുതിയത്. എന്താണ്? വീണ എന്നാണ് അർത്ഥം. അപ്പോൾ ഇതേ വസ്നിൽ നമ്മളോട് എന്ത് ചെയ്യാനാണ്? ഉപകരണങ്ങളെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞത്. സാർ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോന്നിൻ്റെയും ഉദാഹരണം മിഫ്അൽ വസ്നിൽ എങ്ങനെയാണോ എഴുതേണ്ടത് അതുപോലെ തന്നെ മിഫ്അലത്ത് വസ്നിൽ ഉദാഹരണം എന്താണോ, മിഫ്ആൽ വസ്നിൽ എന്താണോ ഉദാഹരണം അത് എന്ത് ചെയ്തിട്ടുണ്ട്? അതേപോലെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക? നല്ല രീതിയിൽ എന്ത് ചെയ്യുക? ക്ലാസ് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറബി ഭാഷയിൽ നിന്ന് ഒരുപാട് വാക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? മലയാളത്തിലേക്ക് കടമെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണം നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു. വക്കീൽ, അതുപോലെ തന്നെ കരാർ അല്ലേ? നമ്മൾ കരാർ ലംഘിച്ചു, കരാർ ഒപ്പിട്ടു എന്നുള്ള ഈ കരാർ എന്നുള്ള വാക്ക് സ്വാഭാവികമായിട്ട് അറബിയിൽ നിന്ന് വന്നതാണ്. അതുപോലെ തന്നെ ഖാലിൻ എന്ന് പറഞ്ഞാൽ ഖാലി 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 ഉപയോഗിച്ചിട്ടാണ് ബാക്കി 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 ബാക്കി, ഖാലി ആവുക, കാലി ആവുക, കാലി ആവുക, കാലി കാലി, ഖാലി കാലി, ആലി കാലി എന്ന് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? കാലി എന്നുള്ള വാക്ക് എന്ത് ചെയ്യുന്നത്? മലയാളത്തിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ റദ്ദുൻ എന്ന് പറഞ്ഞാൽ എന്താ? റദ്ദ് ചെയ്യപ്പെട്ടു അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നിയമം റദ്ദ് ചെയ്യപ്പെടുന്നുള്ള റദ്ദ് എന്നുള്ള പദം അതിൻ്റെ അസിൽ ഏതാണ്? അതിൻ്റെ യഥാർത്ഥ അടിസ്ഥാന രൂപം ഏതാണ്? അറബിയിലെ റദ്ദുൻ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബാക്കിൻ, അതുപോലെ തന്നെ നോക്കൂ ആഫാത്ത് അല്ലേ? ആഫാത്ത് എന്ന് പറഞ്ഞാൽ ആഫാത്തിൻ്റെ അർത്ഥം എന്താ? മലയാളത്തിൽ ആഫാത്ത് എന്നുള്ളതിൻ്റെ അറബിയുടെ അർത്ഥം എന്താണ്? ആപത്ത് എന്നുള്ളതാണ്, ആഫത്ത് എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ആപത്ത് ആപത്ത് എന്നുള്ളത് എന്താണ്? ആഫാത്ത് ആഫാത്ത് ആഫാത്ത്, അതിൽ നിന്ന് എന്ത് ഇതാണ്? തന്നാലിങ്ങോട്ട് പൊട്ടിപ്പൊളച്ചതാണ്. അപ്പോൾ മനസ്സിലാക്കുക, അറബി വാക്കുകളിൽ നിന്ന് ഒരുപാട് വാക്കുകളിൽ നിന്ന് മലയാളത്തിലേക്ക് കടമെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എന്ത്?
അറബി ഭാഷ അല്ലേ, അറബി ഭാഷ എങ്ങനെയാണ് എഴുതുന്നത് അതേപോലെ മറ്റൊരുപാട് ഭാഷകൾ എന്ത് ചെയ്യുന്നുണ്ട്, എഴുതുന്നുണ്ട്. നമ്മളൊരു ഉദാഹരണം പറഞ്ഞു, ഉറുദു ഭാഷ എഴുതുന്നത് പോലെ തന്നെ ഉറുദു ഭാഷ, ഉറുദുവിൻ്റെ ലിപി എടുത്ത് നോക്കിയാൽ അറബിയോട് എന്താണ് സാദൃശ്യമായിട്ടുള്ള ലിപിയാണ്. അതുപോലെ തന്നെ ലുഗത്തുൽ ഫാരിസിയ ലിപി അല്ലേ. അപ്പോൾ ഫാരിസിയ ലിപി എടുത്താലും പേർഷ്യൻ ലിപി എടുത്താലും എന്താണ്, അറബിയോട് ഒരു കണക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ലുഗത്തുൽ ഉസ്മാനിയ ലിപി എടുത്താൽ എന്ത് ചെയ്യുന്നുണ്ട്, അറബിയോട് കണക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ലുഗത്തുൽ കാശ്മീരിയ ലിപി എടുത്താൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അറബീനോട് സാദൃശ്യമുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, ഒരു ലേഖനം തയ്യാറാക്കാനാണ് പറഞ്ഞത്. എന്തിനെക്കുറിച്ച്, കേരളത്തിൻ്റെ അറബി വ്യാപനത്തെക്കുറിച്ച്. അപ്പോൾ കേരളത്തിലെ അറബിയുടെ പ്രാധാന്യത്തെ പങ്കിനെക്കുറിച്ച് ഒരു ലേഖനം എഴുതാനാണ് പറഞ്ഞത്. അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, എഴുതി പഠിക്കുക. മനസ്സിലായോ? പിന്നെ ബാക്കി നമ്മൾ പറഞ്ഞതൊക്കെ എന്താണ്, അറബിയുടെ പ്രാധാന്യങ്ങളെക്കുറിച്ചും അറബിയുടെ ഇമ്പോർട്ടൻറ്റിനെ കുറിച്ചും അറബിയുടെ വ്യാപനത്തെക്കുറിച്ചും ഭാഷയുടെ പ്രധാനത്തെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ചാപ്റ്ററിലൂടെ ഉടനീളം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. ക്ലാസ്സൊക്കെ മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും തിരിയാത്തുണ്ടെങ്കിൽ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ ഓക്കെ, അസ്സലാമ. എല്ലാവർക്കും എന്താവട്ടെ, എക്സാമിൽ നല്ല മാർക്ക് ഉണ്ടാവട്ടെ. ശുക്രൻ ലക്കും, ജസാക്കുമുല്ലാഹ് ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.